നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യത്തെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ദൈവരാജ്യത്തിൽ രണ്ട് കാര്യങ്ങൾ ചേർന്നാണ് ദൈവരാജ്യത്തിന്റെ ആ മർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്നായി ആഴമായി പിന്നീട് പഠിക്കും നമ്മൾ അതിനെ കുറിച്ച്. ഒന്ന്, ഒരു റോയൽ ഫാമിലി അതിനകത്തുണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ട് അല്ലേ. രണ്ട് കാര്യങ്ങൾ മറന്നുപോകും. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു റോയൽ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹെവൻലി ഫാമിലിയിലേക്ക് എന്നെയും നിങ്ങളെയും ദത്തെടുക്കുന്ന വാക്കാണ് ഫെസിലിറ്റി കിടക്കുന്നത്. അതൊരു ആഴമായ വേറൊരു വിഷയമാണ്. എങ്കിൽ പോലും ഞാൻ വിട്ടുപോകുന്നത് അതല്ല ശരിയായ വാക്ക്. അത് പിന്നീട് പഠിക്കും അതിനെ കുറിച്ച് എപ്പോഴും വേറെ അവസരം നൽകിയാൽ. ആ സ്വർഗീയ കുടുംബത്തിൽ നമ്മെ ജനിപ്പിച്ച് നമ്മെ വളർത്തുകയാണ് കർത്താവ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവ കുടുംബത്തിൽ നമ്മെ ജനിപ്പിച്ചിട്ട് വളർത്തിയെടുക്കുക, ദത്തെടുക്കുകയല്ല. നമ്മൾ ദത്തെടുക്കുവാൻ പറ്റുന്ന ആൾക്കാരല്ല നമ്മളെ ആദാമിന്റെ തനി സ്വഭാവത്തിലും സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മക്കളാണ് നമ്മൾ. ഒരിക്കലും നമ്മെ പണിതെടുക്കുവാൻ ഒരിക്കലും ചാൻസ് ഇല്ല. അതാ നമ്മുടെ ബൈബിളിലെ പുതിയ നിയമത്തിലെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ എന്താ പറയുക, ബൈബിളിന്റെ ആഗോളമായി പഠിച്ചാൽ നമുക്ക് ഒരിക്കലും പഴയ സൃഷ്ടിപ്പിലിട്ട് കർത്താവ് പണിയുന്നില്ല എന്ന് സത്യം തിരിച്ചറിയണം കേട്ടോ. അതൊരു മർമ്മമാണത്. ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗ്രഹിച്ചു കൊടുത്തോ. ഒരിക്കലും കർത്താവ് പഴയ സൃഷ്ടിയിലിട്ട് പണിയുന്നില്ല. കാരണം പഴയത് കഴിഞ്ഞു പോയി എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട്? പഴയത് കഴിഞ്ഞു പോയി. പഴയലിട്ട് പണത് നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റിയെടുത്ത് നമുക്ക് എന്താ പറയുക, പുതിയ സ്വഭാവം കയറ്റി വെച്ച് നമ്മുടെ യാത്രയിൽ ഇങ്ങനെ പുതിയ സ്വഭാവമൊക്കെ വന്ന് ഒരു അങ്ങനത്തെ പരിപാടിയല്ല കർത്താവിന്റെ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മെ പുതു സൃഷ്ടിയാക്കി ജനിപ്പിച്ചിട്ട് നമ്മെ വളർത്തിയെടുക്കുന്ന പരിപാടിയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ആത്മാവ് സത്യത്തിൽ നോക്കിയാൽ നമ്മുടെ അകത്ത് മരിച്ചുപോയ പഴയ ആത്മാവ് തന്നെ ഇപ്പോഴും ഉള്ളത് അകത്ത്, മീൻസ് ജീവൻ വെച്ച ആത്മാവ്. പക്ഷെ വേദോസം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ. പഴയതിന് ജീവൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്, പുതിയ തരിക എന്നാണ് പറയുന്നത്. രണ്ടും ശരി തന്നെയാണ്, നിങ്ങൾ മറന്നു പോകരുത്. പഠിക്കുമ്പോൾ ഇത്തിരി ആഴത്തിൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റുവരാൻ ഇടയുണ്ട്. കാരണം പഴയ ആത്മാവ് തന്നെയാണ് നമുക്കുള്ളത്. ആത്മാവിന് കർത്താവ് ജീവൻ നൽകി പുതുക്കിയെടുക്കുക. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഠനത്തിനും ഒക്കെ ദേഹിക്കൊക്കെ ഒരേ വലിയ മാറ്റം സംഭവിക്കും. വചനം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയ ആത്മാവിനെ നൽകുന്നു, നിങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ലെവലിൽ കണ്ടാൽ മാത്രമേ നമ്മുടെ ശുദ്ധീകരണം കറക്റ്റ് പൂർണ്ണമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പഴയലിട്ട് പണിയാൻ തുടങ്ങും, നമ്മുടെ പഴയ സ്വഭാവത്തെ പണിയാൻ തുടങ്ങും. ഞാൻ ഇതേക്കുറിച്ച് ഇപ്പൊ എടുക്കുന്നില്ല, അതുപോലെ ഡെലിവറൻസ് ക്ലാസ്സിൽ എടുക്കേണ്ട വിഷയമാണെങ്കിൽ പോലും ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ നിങ്ങൾ വചനം പഠിച്ചേ മതിയാകത്തുള്ളൂ. അപ്പൊ ഒന്ന്, ആ ഹെവൻലി ഫാമിലിക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. രണ്ട്, അതിനകത്തൊരു ഗവൺമെന്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് നമുക്കറിയാലോ. കഴിഞ്ഞ ദിവസം പഠിച്ച് നമുക്ക് അതിൽ കടന്നു വരാം. ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഉപമകളിലൂടെ ദൈവം കർത്താവ് നമ്മെ സംസാരിച്ച കാര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഒന്ന്, റോയൽ ഫാമിലിയെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. അപ്പോ റോയൽ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയ കുടുംബത്തിലേക്ക് ദൈവം നമ്മെ എന്താ പറയുക, പുത്രന്മാരാക്കി നമ്മെ ജനിപ്പിച്ചിരിക്കുക. അതാണ് ദൈവരാജ്യത്തിനകത്ത് നമ്മെ ജനിച്ചിരിക്കുന്നത്. ഈ ഒരു മർമ്മം നമ്മുടെ ഹൃദയത്തിനകത്ത് കയറിയാൽ ആർക്കും നമ്മളെ കുലിക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിനകത്താണ്. ദൈവീയ കുടുംബത്തിനകത്ത് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഇവിടെയാണ് എന്റെ ജനനമെന്ന് എന്റെ ബുദ്ധിക്ക് തെളിവാകത്തക്ക വണ്ണം എന്റെ അകത്തൊരു വെളിപ്പാടായാൽ പിന്നെ ഏത് ശത്രുവിന് ഈ പറഞ്ഞത് ഈ വീണുപോയ മുഴുവൻ സൈന്യങ്ങളും വന്ന് മുമ്പിൽ നിന്നാലും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ വെളിപ്പാട് മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? കാരണം ഞാൻ ജനിച്ചത് ഹെവൻലി ആ കുടുംബത്തിലാണ്, സ്വർഗീയ കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കുടുംബത്തിലാണ്. ഈ തേജോമാനായ മഹാദൈവത്തിന്റെ കുടുംബത്തിൽ ജനിച്ച ആ കുടുംബത്തിൽ കയറി കളിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? എനിക്ക് ബന്ധനമുണ്ട്, കെട്ടുണ്ട്, പൂട്ടുണ്ട് അല്ലേ, എന്റെ വിസ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇതൊക്കെ ബോധമായ വാക്കുകളാണ്. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തതിന്റെ മിസ്റ്റേക്കാണ് അതല്ല. എന്നെയും നിങ്ങളെയും ജനിപ്പിച്ചിരിക്കുന്നത് സ്വർഗീയ കുടുംബത്തിനകത്താണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഗവൺമെന്റ് ഫീൽ പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിനകത്താണ് ജനിപ്പിച്ചിരിക്കുന്നത്. ആർക്ക്, ഏത് പിശാചിന് അല്ലെ ഈ വീണുപോയ ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് എത്ര അമ്മാനമാടിയാലും തൊടുന്നതിനേക്കാൾ അപ്പുറം ഉയരങ്ങളിലാണ് എന്റെയും നിങ്ങളുടെയും വാസം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ തന്നെ ആദമിന്റെ മകൻ ഇവിടെ തന്നെയുണ്ട്, ജഡം എന്ന് പറയുന്ന മകൻ ഇവിടെ തന്നെയുണ്ട്. അവൻ ഈ നമ്മളെ കാഴ്ചയാൽ ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കും, കാഴ്ചയാൽ നമ്മെ ഭയപ്പെടുത്തുവാനും പ്രേരിപ്പിക്കും നമ്മെ. ഇതാ വിഷയം. നമുക്ക് നമ്മുടെ ജനനത്തെ കുറിച്ച് അറിയാം. വരും ദിവസങ്ങളൊക്കെ നമ്മൾ ആ ന്യൂ ബർത്ത്, പുതിയ ജനനം, ദൈവരാജ്യത്തിനകത്ത് ജനിച്ച ആ പുതിയ സൃഷ്ടിയെ കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ വരും ദിവസങ്ങൾ നമ്മൾ പഠിക്കും. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഉൽപ്പത്തി 1:26 പറഞ്ഞു, അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യപുത്രന്മാരെ ഉണ്ടാക്കുക. ദൈവത്തിന്റെ സ്വരൂപമാണ് നമ്മൾ, സാദൃശ്യമാണെന്ന് കണ്ടു.
വെളിപ്പാട് പുസ്തകം ലാസ്റ്റ് 21:26 പറഞ്ഞ് വെളിപ്പാട് പുസ്തകം 21:7 പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രൊജക്ട് അവസാനിച്ചു. പണ്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചെടുത്താൽ മതി. യെശയ്യാ പ്രവചന പുസ്തകത്തിലും സഭാപ്രസംഗി 7:3-4 വാക്ക് 7 വാക്യങ്ങൾ പഠിക്കുമ്പോൾ കണ്ടതാണ് അല്ലേ? ആരംഭത്തിൽ തന്നെ ദൈവം എല്ലാം പൂർത്തിയാക്കി അല്ലേ? തുടക്കത്തിൽ തന്നെ ദൈവം അനാദിയിൽ ഏകനായിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്വപ്നം തോന്നിയപ്പോൾ എനിക്ക് ഒരുപറ്റം പുത്രിപുത്രന്മാർ വേണമെന്ന് അവന്റെ ഹൃദയത്തിൽ സ്വപ്നം തോന്നിയപ്പോൾ തന്നെ ഈ വരാനിരിക്കുന്ന ഭാവി നിത്യത പോലും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. അവിടെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരു തിരക്കഥ എഴുതി ശുഭം എഴുതി കുത്തിട്ട ശേഷം ആ ഒരു ഡയറക്ടർ സിനിമ പിടിക്കുന്നത് പോലെയുള്ളൂ. സിനിമ പിടിക്കുന്നത് മുഴുവൻ എങ്ങനെയാ? ആ പുസ്തകം ആ തിരക്കഥ എഴുതിയത് മാത്രമേ പിടിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ ദൈവം ഒരു തിരക്കഥ പറഞ്ഞേക്കരുത്, മാറ്റമില്ലാത്ത ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കി എപ്പോഴും ഭാവി വരാനിരിക്കുന്ന ആ പൂർവ്വകാല ഭാവികാല നിശ്ചിത പോലും എഴുതി വെച്ചിട്ടാണ് ദൈവം തന്റെ പ്രവൃത്തി ആരംഭിച്ചത്. അപ്പോൾ തന്നെ ക്രൂശിക്കപ്പെട്ടവനായ യേശു ദൈവത്തിന്റെ ഹൃദയത്തിൽ ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നിത്യത മുതൽ നിത്യത വരെ ക്ലാസ് പഠിച്ചപ്പോൾ നമ്മൾ ആഴമായി പഠിച്ച വിഷയമാണ്. അതുകൊണ്ട് 21:26 മനുഷ്യൻ ഉണ്ടാക്കുമ്പോൾ അവന്റെ സ്വരൂപവും സാദൃശ്യം. സ്വരൂപം എന്താണ്? നീതിയും വിശുദ്ധിയും. 2 സാദൃശ്യം. ദൈവം ഏകനായിരിക്കുന്ന പോലെ നമ്മളും ഏകന ആത്മ ദേഹി ദേഹമുള്ള ഒരു മനുഷ്യനാണ് ഞാനും നിങ്ങളും അല്ലേ? എന്നാൽ ആ ദൈവിക പ്രൊജക്റ്റിൽ നിന്ന് മനുഷ്യൻ വീണുപോയെങ്കിലും ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിന് ആ പുസ്തകം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ദൈവം എഴുതിയ ആ പ്രൊജക്ട് അവസാനിക്കുമ്പോൾ ഒരുപറ്റം പുത്രിപുത്രന്മാർ അവിടെ കാണാൻ കഴിയും. എങ്ങനെയാ? ഇതാ വെളിപ്പാട് പുസ്തകം 7:27 പറയുന്നു, ജയിക്കുന്നവൻ അവകാശമാക്കും, ഞാൻ അവന് ദൈവവും അവർ എനിക്ക് മക്കൾ. അല്ലെങ്കിൽ ഞാൻ അവന് പിതാവ്, നമുക്ക് പിതാവുമായി തീരും, അവൻ നമുക്ക് പിതാവും നാം അവന് മക്കളുമായി തീരുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ബൈബിളിനകത്തുള്ളത്. വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ബൈബിളിനകത്തുള്ള ആകെ ഒന്ന് മാത്രം. അതിൽ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഒന്ന് ദൈവരാജ്യം അല്ലെങ്കിൽ ഗവൺമെന്റും, 2 ദൈവ കുടുംബവും. ഇതല്ലാതെ വേറെ ഈ ബൈബിളിനകത്ത് വേറെ ഒന്നുമില്ല. ഈ അനുഭവം ഇതൊക്കെ ലോകത്ത് കേൾക്കുമ്പോൾ എനിക്ക് എവിടെന്നാ വന്നത് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. പഴയ മോശയും ദൈവമായിട്ട് ഉടമ്പടി വെച്ചു. കർത്താവ് അനുവദിച്ചാൽ ഉടമ്പടി പോലെ എന്താണെന്ന് പിന്നീട് പഠിക്കാം, എപ്പോഴെങ്കിലും സമയം അനുവദിച്ചാൽ. ഈ ഉടമ്പടിയുടെ പ്രശ്നമാണ്. പുതിയ നിയമത്തിൽ യേശുവും യഹോവയായി ദൈവം തമ്മിൽ ഉടമ്പടി വെച്ചു. പഴയ നിയമത്തിൽ യേശുവിന്റെ നെടുരായ മോശയും ദൈവമായിട്ട് ഉടമ്പടി വെച്ചു, ആത്മാവിൽ മരിച്ചുപോയവർക്ക്. പുതിയ നിയമത്തിൽ ആത്മാവിൽ വീണ്ടും ജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം യേശു, ഞാൻ പറയുന്നത് യേശു ഒരു ആത്മാവിനെ ഊതിക്കൊണ്ട് ജീവൻ പ്രാപിക്കുന്ന പുതിയ നിയമസഭയെ കുറിച്ച് ഒരു ഉടമ്പടി വെച്ചു. നമ്മൾ ഈ പുതിയ നിയമ ഉടമ്പടിയുടെ മക്കൾ നമ്മളെല്ലാവരും ആണോ ഇല്ലയോ? നമ്മൾ ആ പുതിയ നിയമം എന്താണ് ഉടമ്പടി, എന്താണ് നിയമങ്ങൾ? ഈ ഒറ്റ വാക്കിൽ ന്യായപ്രമാണം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒറ്റ വാക്കിയുള്ളൂ. പക്ഷേ നല്ല ആഴങ്ങളിലേക്ക് പ്രമാണം തന്നെ പഠിച്ചാൽ അതിൽ ഉടമ്പടികളുണ്ട്, ഉടമ്പടിക്കകത്ത് നിയമങ്ങളുണ്ട്, അതിനകത്ത് വാക്തത്വങ്ങൾ, അവകാശങ്ങളുണ്ട്. ഞാൻ പഠിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു പോകുക കേട്ടോ. നമ്മളിത് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളെ പഴയ മോശയുടെ പ്രമാണത്തേക്ക് തിരിയും അല്ലേ? നമ്മൾ അവിടെ കിടന്ന് തപ്പിത്തടയും, നമ്മുടെ ഹൃദയം മുഴുവൻ അവിടെ ഉറപ്പിക്കും, മോഹങ്ങൾ മുഴുവൻ ഉറപ്പിച്ചു നമ്മള്. അത് അയ്യോ മോശയുമായ ഉടമ്പടി അത് ദൈവം വേറെ ആത്മാവിൽ മരിച്ചുപോയവർക്ക് കൊടുത്തതാ. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ ദൈവീയ സ്വഭാവങ്ങൾ, അവന്റെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്, അവന്റെ ഹിതങ്ങൾ. അത് അന്ന് ഇന്ന് മാറ്റമില്ല. 10 കൽപ്പനകൾക്ക് മാറ്റമുണ്ടോ? മാറ്റം വരുമോ? ആദ്യ ആകാശം ഭൂമി മാറിപ്പോയാലും വരാനിരിക്കുന്ന ഭാവി യുദ്ധത്തിൽ പോയാലും അവിടെ കാണാൻ ഈ നിയമം. ആ സാക്ഷാൽ ദൈവം തന്നെയാണത്, അവന്റെ സ്വഭാവമാണത്. അല്ല, പക്ഷെ ഉടമ്പടിക്ക് ഉടമ്പടിക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉടമ്പടി ചെയ്യുമ്പോൾ അതിന് നിയമങ്ങളുണ്ട്. ഉടമ്പടി വ്യക്തികൾ തമ്മിൽ നിയമങ്ങളുണ്ട് അല്ലേ? അത് മാത്രമല്ല പാപം ചെയ്താൽ ഇന്ന ആടുകൾ അർപ്പിച്ച് അവർക്ക് പാപത്തിന് വിടുതൽ പ്രാപിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞ ഒരുപാട് പ്രവൃത്തികളുണ്ട്. ന്യായപ്രമാണത്തിനകത്ത് പ്രവൃത്തികളുമുണ്ട് ഉടമ്പടിക്കകത്ത്. അപ്പൊ ഇതൊക്കെ വേർതിരിച്ച് പഠിച്ചില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പിച്ചും പേയും കേട്ട് അതിലേക്ക് മടങ്ങിപ്പോയിടയുണ്ട്. അതുകൊണ്ട് പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് യേശുവും യഹോവയായ ദൈവം തമ്മിൽ ഉടമ്പടിയാണ്. മനസ്സിലാകുന്നുണ്ട്? അതിലെ മക്കളാണ് നമ്മളെല്ലാവരും. ആണോ ഇല്ലയോ? യെസ്. ആത്മാവിൽ വീണ്ടും ജനിപ്പിച്ചുകൊണ്ട് നമ്മെ പണിതെടുക്കുന്ന ഒരു പ്രോഗ്രാം അതാണ്. അത് ഹെവൻലി ഫാമിലിയേക്കാണ്. പഴയ നിയമത്തിൽ ഒറ്റ മനുഷ്യൻ പോലും ദൈവ കുടുംബത്തിൽ കാണത്തില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ഉപദേശങ്ങളുണ്ട്, എനിക്കറിയാം. ഒരുപാട് ആൾക്കാർ പറയാം അബ്രഹാം, ഇസാഖ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് ഞാൻ പഠിച്ചിടത്തോളം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം പഴയ നിയമത്തിൽ എല്ലാ ഹാബേൽ തുടങ്ങി അവസാന ക്രൂശിൽ മരിക്കുന്ന കള്ളം വരെ എല്ലാവരും, അല്ലെങ്കിൽ യോനാൻ സ്നാപകം വരെ എല്ലാവരും അവന്റെ ദാസന്മാർ എന്നൊക്കെ പറയുന്നത് അല്ലെ? കിഴക്കെന്ന് പടിഞ്ഞാറെന്ന് വടക്കും തെക്കെന്നൊക്കെ അനേകർ വന്ന്
പന്തിക്കരിക്കുക എന്നൊക്കെ പറയുന്നത് ആ പ്രോഗ്രാമാണ് ആ പഴയ നിയമത്തിൽ. ഞാൻ ആ നിയമത്തിൽ ആളല്ല. ഞാൻ യേശുവിന്റെ കല്യാണത്തിന് പന്തിക്കിരിക്കാൻ വേണ്ടിയല്ല എന്നെ വിളിച്ചത്, യേശുവിനെ ഇവിടെ മണവാട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയാണ്. വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ദൈവ കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. 31:26 പറഞ്ഞ ദൈവ പ്രൊജക്ട് വെളിപ്പാട് 21:6 സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിട്ട് 7 എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിരിക്കുക അല്ലെ. ഞാൻ അവർ ജയിക്കുന്ന എല്ലാവർക്കും ഇല്ല, ജയിക്കുന്നവരെ ആരോട് ജയിക്കേണ്ടത്? ആദ്യം ജയിക്കുന്നത് എന്നോട് തന്നെയാണ് അല്ലെ. എന്റെ ജഡത്തോട് ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന പിശാചുകൾ കിടക്കട്ടെ, പിന്നെ അടുത്ത കാര്യങ്ങളാണ്. ആദ്യം എന്റെ ജഡമാണ് ഏറ്റവും വലുത്. ജഡം എന്നെ തകർക്കും. ഓരോ ദിവസവും ഓരോ നിമിഷം എന്നോട് പോരാടുന്ന മുഴുവൻ എന്റെ ജഡമാണ്, എന്റെ മോഹങ്ങളാണ്, എന്റെ ആഗ്രഹങ്ങളാണ്, എന്റെ എന്താ പറയല്ലേ, അതാണ് എന്നെ നശിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മേൽ പഴിചാരും, സാത്താന്റെ മേൽ പഴിചാരും. പക്ഷേ അതിനേക്കാൾ അപ്പുറം നോക്കിയാൽ, ആഴങ്ങളിലേക്ക് നോക്കിയാൽ പ്രശ്നക്കാരൻ, കുറ്റക്കാരൻ ഞാൻ തന്നെയാണ് എന്നെ ചതിക്കുന്നത്. എന്റെ വീണുപോയ പഴയ മനുഷ്യന്റെ മോഹങ്ങളാണ് എന്നെ ചതിക്കുന്നത്. ഞാൻ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ 32:7 യഹോവയായ ദൈവം ഒരു ശ്വാസമൂതി മനുഷ്യനെ ഉണ്ടാക്കി നമ്മൾ പണ്ട് പഠിച്ചു അല്ലെ. 21:2-7. അതുപോലെ തന്നെ യോഹന്നാൻ 20:22 നമ്മൾ പണ്ട് യേശു കർത്താവും അവർ പുതിയ നിയമസഭയുടെ മേലേക്ക്, ശിഷ്യന്മാരുടെ മേലേക്ക് ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ കഴിയില്ലേ. അങ്ങനെ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പ് നടന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. വിട്ടുപോകുന്നു. ഹെവൻലി ഫാമിലിയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഈ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വീഴാനുണ്ടല്ലോ, നിങ്ങളെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. വിടുന്നില്ല നിങ്ങളാലും. ഇതാണ് ഈ പ്രശ്നം. നമ്മൾ വീണ്ടും ജനിച്ച ദൈവരാജ്യത്ത് തന്നെയാണ്, ദൈവ കുടുംബത്തിൽ തന്നെ, പക്ഷെ ജീവിക്കുന്നത് എന്നും ഇവിടെ തന്നെയാണ്, അളങ്കുളത്ത്. അതാ പ്രശ്നം. നമുക്ക് നമ്മുടെ യഥാർത്ഥ ക്രിസ്ത്യജീവൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, യഥാർത്ഥ ക്രിസ്ത്യജീവൻ എന്ന് പറയുന്നത് വീണ്ടും ജനിക്കപ്പെട്ട ആ പൊതുമനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക. എത്ര പേർക്ക് സാധിക്കുന്നു ചോദിച്ചാൽ അത് വളരെ നിസ്സാര പേർക്ക് കഴിയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അകത്ത് വീണ്ടും ജനിച്ച ദൈവപുത്രൻ അല്ലെങ്കിൽ ഞാൻ തന്നെ, എന്റെ യഥാർത്ഥ പാപം ചെയ്യാൻ കഴിയാത്ത അല്ലെ ലോകത്ത് ജയിച്ചവനായ ഞാൻ തന്നെ, അകത്തെ മനുഷ്യൻ, ന്യൂ ബർത്ത് അല്ലെങ്കിൽ പുതിയ സൃഷ്ടിപ്പ്, അകത്തെ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ആ മനുഷ്യനെ ജീവിക്കുവാൻ അനുവദിക്കുക. ഒന്ന് അനുവദിച്ച് നോക്കിയേ. അയ്യോ, ലോകം നമ്മളെ കാൽക്കഴിക്കണം. പക്ഷെ അപ്പൊ തന്നെ നമ്മളെ പഴയനുഭവം പൊങ്ങി വരും. ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ അതിനുവേണ്ടി ക്ലാസ് എടുക്കുന്ന ആ ന്യൂ ബർത്തിന്റെ ക്ലാസ്സിൽ വരുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ദൈവ കുടുംബത്തിൽ ജനിക്കുന്നത്. അപ്പൊ അതെടുക്കുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ ജീവിക്കാൻ, ഈ കേൾക്കുന്ന വചനം പഠിക്കുന്നത് അതുപോലെ ജീവിക്കാൻ നമ്മൾ പഠിക്കുക, കാൽവെക്കുക. നമുക്ക് ആരും പൂർണ്ണമില്ല, ഞാൻ ആരും പൂർണ്ണമില്ല. പക്ഷെ കേൾക്കുമ്പോൾ അത് പ്രകാരം ജീവിക്കുവാനൊരു സമർപ്പണം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ പഠിക്കുന്ന മുഴുവൻ വേസ്റ്റ് ആയിത്തീരും നമുക്ക്. അപ്പൊ അതുകൊണ്ട് മനുഷ്യപുത്രന്മാരെ ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവപുത്രന്മാരാക്കി നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ന് സഭക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇന്ന് ഈ പുതിയ നിയമസഭക്കകത്ത് നടക്കുന്നത് പഴയ മനുഷ്യപുത്രന്മാരെ നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ദൈവപുത്രന്മാരാക്കിയിട്ട് ആ ദൈവപുത്രനായ ചെറിയ ദൈവപുത്രനെ അല്ലെ, ജനിച്ചേ ഉള്ളൂ അല്ലെ. ജനിച്ചെന്ന് പറഞ്ഞാൽ 30 വർഷമായാലും ജനിച്ചിട്ടേ ഉള്ളൂ. ഒന്നും മിണ്ടില്ല നിങ്ങള് അല്ലെ. ഇന്ന് ദൈവകുടുംബത്തിൽ ജനിച്ചാലും 30 വർഷം 40 വർഷം കഴിഞ്ഞാലും ഇത് മതിയോ വാസ്ത്രേ അല്ലെ, ഇതിങ്ങനെ മതിയോ അല്ലെ, കഴിക്കുന്ന വീണ്ടും എന്താ പറയാ കൈവെപ്പ്, എന്താ മനസാന്തരം, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ശിശുവാ. ബോൺസായി എന്ന് ഞാൻ പറയാറുണ്ട്, ബോൺസായികൾ എന്ന് പറയാറുണ്ട്. സഭക്കകത്ത് ഏറ്റവും കൂടുതൽ ബോൺസായി ചെടികൾ നിൽക്കുന്നത് നമുക്ക് ഈ ചെടി വെക്കുന്ന സ്ഥലത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ ബോൺസായി ഉള്ളത് നമ്മുടെ സഭകൾക്ക്, നമ്മുടെ എല്ലാ സഭകൾക്കകത്ത്. കാരണം പ്രായം നോക്കിയാൽ 30, 40, 50 വർഷം കാണും. പക്ഷേ ഇന്നും മറ്റേ ലോലിപ്പൊപ്പ് ചപ്പിക്കൊണ്ടിരിക്കുക. കർത്താവ് ഇന്ന് ഒരു അത്ഭുതം ചെയ്യും എനിക്ക് വേണ്ടി, കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരും. ലോലിപ്പൊപ്പ് ചപ്പിക്കൊണ്ടിരിക്കുകയെന്ന് പ്രായത്തിലുണ്ട്. വർഷം 10, 15, 25, 30, 40 കഴിഞ്ഞിരിക്കുക. പക്ഷെ ഇന്ന് ലോലിപ്പൊപ്പ് ചപ്പിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ആ പുരുഷത്വം പ്രാപിക്കുവാൻ, തലയോളം വളരുവാൻ അല്ലേ. പൗലോസ് ചോദിക്കുന്നില്ലേ, നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ തർക്കം തീർക്കുവാൻ ഒരു യോഗ്യന അല്ലെങ്കിൽ എന്താ പറയാ പ്രാപ്തനായ ഒരുവൻ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന വാക്കുകളൊക്കെ എത്ര വാക്കെന്നറിയാമോ? ഇത് മക്കളെ വിട്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ട് മനുഷ്യപുത്രന്മാരെയും ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ദൈവപുത്രന്മാരാക്കി മാറ്റുന്ന പരിപാടിയാണ് സഭക്കകത്ത്. അല്ലാതെ നമ്മുടെ രോഗസൗഖ്യത്തിന് മേഖല അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല. അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ ഈ മസാല വാങ്ങുമ്പോൾ ചമ്മന്തിയും പിന്നെ ചട്നിയും കിട്ടുന്ന ഫ്രീ കിട്ടുന്ന പരിപാടിയുള്ളൂ. നമുക്ക് മസാല കിട്ടുന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ, വിട്ടുപോകുന്നു. പഠിച്ച് നമ്മൾ വിട്ടുപോകാറുണ്ട്. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റുന്നു. അതുകൊണ്ട് യോഹന്നാൻ 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ, you become sons of God. ആയി തീരുവാൻ. ഇപ്പൊ ആയോ?
നമ്മൾ ദൈവപുത്രന്മാരാ, ശിശുക്കളാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ദത്തെടുത്ത് പുത്രനാക്കാന്ന ക്ലാസ് പഠിക്കുമ്പോൾ ഹിയോസ്, ടെക്നിയോൺ, ടെക്നോൺ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഗ്രീക്കിൽ കിടക്കുന്നുണ്ട്. അപ്പോ അത് പ്രായവ്യത്യാസത്തിന് കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, പിതാക്കന്മാരെന്നൊക്കെ വിളിക്കുന്ന ചെറിയ വാക്കുകളാണ്. പക്ഷെ അതിന് കാണുന്ന ഒരുപാട് മർമ്മങ്ങൾ വ്യത്യാസം. അതുകൊണ്ട് ഞാൻ വിട്ടുപോകും, നമുക്കത് പഠിക്കുന്ന വിഷയമില്ല നമുക്ക്. അതുകൊണ്ട് നേരത്തെ വായിച്ചില്ലേ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ആറാം വാക്യം പറയുന്നു, ഈ ബൈബിൾ നമ്മുടെ കഴിക്കുന്ന 66 അധ്യായ പുസ്തകമുള്ള ബൈബിൾ മുഴുവനും അവസാനിച്ചു. ഇനി ഒരു പ്രൊജക്റ്റും ദൈവത്തിന് ഭൂമിയിലില്ല. അപ്പൊ പിന്നെയും അവൻ അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ 1:26, 27, 28 വാക്യത്തിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലേ, മനുഷ്യൻ അതിൽ നിന്നൊക്കെ വിട്ടുപോയെങ്കിലും ദൈവം തന്നെ ഒരു പ്രൊജക്ട് വീണ്ടും പലരിലൂടെയും മോശയിലൂടെയും യേശുവിലൂടെയൊക്കെ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് കടന്നുപോയി, പുതിയ സഭയിലൂടെ കടന്നുപോയി. എതിർ ക്രിസ്തു ഭൂമിയിൽ പിറന്നു വീണതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, 1000 ആണ്ടും കഴിഞ്ഞു അല്ലേ. എല്ലാം കഴിഞ്ഞ ശേഷം വിളിച്ചു പറയുക, എല്ലാം സംഭവിച്ചു തീർന്നു, ഇനി ഒരു പ്രൊജക്റ്റ് ഇല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം ഉണ്ടാക്കി. ഒരു ദിവസം ദൈവത്തിന്റെ കണ്ണിൽ 1000 വർഷമാണെങ്കിൽ 7 ദിവസം 7000 വർഷം മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ പ്രൊജക്ട് ഈ ഭൂമിക്കകത്ത്. ഞാൻ പറഞ്ഞ കൃത്യമാണ്. അതുകൊണ്ട് 7000 വർഷം കഴിയുമ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് പറയാം. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ആദ്യനും അതിയും അന്തമാണെന്ന് ദാഹിക്കുന്നവൻ ഞാൻ ജീവൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കുന്നു പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഇസെന്റ് ഞാൻ തന്നെയാണ് എല്ലാം. ഞാൻ പറഞ്ഞ കാര്യം നിവർത്തിക്കുമെന്ന കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാ, എന്താണ് സംഭവിച്ചു തീർന്നത്? 7-ാം വാക്യം പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമാക്കും. ജയിക്കുന്നവന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്, പുതിയ നിയമസഭയിൽ ഒട്ടനവധി ആൾക്കാർ വീണ്ടും ജനിക്കപ്പെടുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ ചെറിയൊരു ശേഷിപ്പേ കർത്താവിന്റെ വരവിൽ പോകത്തുള്ളൂ. എന്റെ വാക്ക് വളരെ കേട്ട് ഞാൻ എന്തെങ്കിലും കർത്താവ് അനുവദിച്ചാൽ നോഹയുടെ കാലഘട്ടം പോലെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ കേട്ട് കാണും. നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് അല്ലേ, ഉണ്ണാനും കൊടുക്കാനും കല്യാണത്തിന് കൊടുത്തും വാങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞ കാര്യമാണ് എല്ലാവരും കേട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് അതല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ഓരോ പേരുകൾക്കും ഓരോ അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവം അങ്ങനെ പറഞ്ഞു പോകുന്നത്. അവസാനം മെഥുശലേം വന്ന് നിൽക്കുമ്പോഴാണ്, അവിടെയാണ് ദൈവത്തിന്റെ പ്രൊജക്ട് ആരംഭിക്കുന്നത്, മെഥുശലേം മുതലുള്ളത്. അപ്പൊ ആ ഏറ്റവും കൂടുതൽ പ്രായം മരിച്ച, ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ജീവിച്ച് മരിച്ച വ്യക്തി എന്ന് പറഞ്ഞ മെഥുശലേമാണ്. അതുപോലും ദൈവത്തിന്റെ ദീർഘക്ഷമയെ കാണിക്കുകയാണ്. അപ്പൊ അത്രയും ആഴമായ വിഷയമാണ് നോഹയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അത് തന്നെ സെയിം ഈ തലമുറയിൽ വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും പഠിക്കാൻ സമയം ഉണ്ടാകത്തില്ല, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കർത്താവ് അനുവദിച്ചാൽ എവിടെയെങ്കിലൊക്കെ പഠിക്കും നമുക്ക്. അപ്പൊ എന്താണ് ജയിക്കുന്നവരിത് അവകാശമാക്കും, ജയാളികൾക്കുള്ളതാണ്. ഹല്ലേലൂയ. അത് ഒരുപാട് ജയമുണ്ട് നമ്മുടെ ജഡത്തിന്റെ മേലും നമ്മുടെ സ്വയത്തിന്റെ മേലും സാത്താന്റെ മേലും അല്ലേ ലോകത്തിന്റെ മേലൊക്കെ ജയമെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നമ്മൾ വേൾഡിനെ കുറിച്ചൊക്കെ പഠിച്ചത്. അതുകൊണ്ട് പണ്ട് പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഏതവകാശമാക്കും? ഞാൻ അവന് ദൈവം എന്നാണ് ഇതാ നല്ല വാക്ക്. പിതാവും സാക്ഷാൽ ദൈവം നമുക്ക് പിതാവായി മാറുന്നു. നാം അവന് മകനും മകളും അല്ലേ. ലേഖനങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കൊരു വ്യത്യാസം അറിയാം. ലേഖനങ്ങൾ 7-ാം അധ്യായം 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ എനിക്ക് പുത്രന്മാരാകുമെന്നൊക്കെ. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ വാക്യമൊക്കെ ഉണ്ട്. പക്ഷെ ആ വാക്യം ഇച്ചിരി എന്താ പറയാ, ആളുകളൊക്കെ പഠിച്ചാൽ സ്വർഗത്തിൽ പുത്രിമാരില്ല, പുത്രന്മാർ മാത്രമേ ഉള്ളൂ സ്വർഗത്തില്. സഹോദരിമാരുടെയൊക്കെ മുഖമൊക്കെ വാടി. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സ്വർഗത്തിൽ പുത്രിമാരില്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ അർത്ഥം. ഹല്ലേലൂയ. പുത്രന്മാർ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ ആവർത്തിച്ചേക്കാം, ഈ അവയവങ്ങൾക്ക് വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം അവയവങ്ങൾക്കേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഇന്നത്തെ തലമുറയിൽ എന്താ പറയാ, സ്ത്രീ ഭരണം എന്താ പറയില്ല, സ്ത്രീ സമത്വവും പിന്നെ എന്തൊക്കെയാ വേറെ പിള്ളേർ ഇവർക്ക് പറയാറുണ്ടല്ലോ, ജയ് വിളിക്കാൻ വേണ്ടി നടക്കുന്ന ഫെമിനിസ്റ്റുകള്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെമിനിസ്റ്റ് ഒക്കെ തലമുറയിൽ അയ്യോ അതൊക്കെ നമ്മുടെ ബൈബിളായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു വിട്ടേക്കാം. സ്വർഗത്തിൽ ദൈവത്തോട് സമനായ ദൈവം കർത്താവ് അല്ലേ, യേശയ്യാപ്രവചനത്തിൽ പറയുന്നുണ്ട്, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവായവൻ. ദൈവം സാക്ഷാൽ ദൈവമായിരുന്നവൻ, ഈ ദൈവത്തോട് സമനായിരുന്ന പുത്രൻ സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ പിതാവിന് കീഴ്പ്പെട്ട് ജീവിച്ചു. പിതാവ് കാണിക്കുന്നു, ഇവൻ യേശു കാണുന്നു. പിതാവ് പറയുന്നു, യേശു പറഞ്ഞിട്ട് കേട്ടിട്ട് നമ്മൾ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ സമത്വമായതല്ലേ. അതുപോലെ തന്നെ ഭൂമിക്കകത്ത് ലേഖനത്തിൽ വാക്കുണ്ട്, ക്രിസ്തുവിൽ ആണെന്നില്ല പെണ്ണൊന്നുമില്ല. വാക്യം അല്ലേ, അതാണ് ഇന്ന് നമ്മൾ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്. സഹോദരന്മാരൊക്കെ ഇന്ന് ആ വചനമാണ് അല്ലേ, ക്രിസ്തുവിൽ എന്തില്ല
ആണുമില്ല പെണ്ണുമില്ല. പക്ഷെ തെറ്റ് പറ്റിപ്പോയി അവർക്ക്. അത് തെറ്റ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഈ ദൈവരാജ്യത്തിന്റെ കണ്ണിലൂടെ കണ്ടില്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റും. കാരണം അറിയുമോ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആണുമില്ല പെണ്ണുമില്ല, എല്ലാവരും മക്കളായി മാറുകയാണ്. പക്ഷേ ദൈവ പ്രൊജക്റ്റിനകത്ത് വരുമ്പോൾ, എന്റെ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എവിടെ പ്രൊജക്ട്? 7000 വർഷം മാത്രം ആയുസ് ഈ ഭൂമിക്കകത്തെ പ്രൊജക്റ്റിൽ വരുമ്പോൾ അവിടെ യേശു ആണെങ്കിൽ പോലും പിതാവിന് താണിരുന്നേ മതിയാകത്തുള്ളൂ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അത് സ്ത്രീയാണെങ്കിലും അവയവങ്ങൾക്ക് വ്യത്യാസം വെച്ച് ഉൽപ്പത്തിയിൽ ദൈവം കൊടുത്ത പ്രൊജക്ട് വർദ്ധിക്കുവാൻ, പെറ്റു പെരുകി നിറഞ്ഞു വരാൻ വേണ്ടി ദൈവം കൊടുത്ത അവയവങ്ങൾക്ക് വ്യത്യാസം വെച്ച് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, നമ്മളൊക്കെ മക്കളായി മാറുകയാണ്. കണ്ടാ, ആരും ആമയും കുറവാ. എന്നും ആകട്ടെ, അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ഫാമിലീസ് കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഇത്ര എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഓവർകമേഴ്സ്, ഞാൻ വാക്ക് എഴുതിയിട്ടുണ്ട്, ജയാളികൾക്കുള്ളതാണ്. ഇതെല്ലാവർക്കുമില്ല, ജയാളികൾക്ക്. ഹല്ലേലൂയ. ഇത് ജയാളികൾക്കുള്ള ഈ സ്വർഗീയ കുടുംബത്തിൽ ജനിച്ചു, എന്നാലും നമുക്ക് നഷ്ടപ്പെടുത്താം, നമുക്ക് ആ ജീവൻ നഷ്ടപ്പെടുത്താൻ കഴിയും. ഇതിനെപ്പോഴും പറയുന്ന കാര്യമുണ്ട്. യൂദലേഖനത്തിൽ പറയുന്നില്ലേ, 2 ചത്തുപോയ ആൾക്കാർ, 2 പ്രാവശ്യം ചത്തുപോയ ആൾക്കാരാ. അതുപോലെ നമ്മൾ ആകരുത്. ഓവർകം ചെയ്തില്ലെങ്കിൽ, ഓവർകമേഴ്സ്, നമ്മൾ ജയാളികളായി മാറുന്നില്ലെങ്കിൽ നമുക്ക് ഇതേ ഗതി തന്നെയാണ്. മനസ്സിലായോ? വീണ്ടും ജഡത്തിന്റെ മോഹങ്ങൾ പൊങ്ങി വരുമ്പോൾ അതിന്റെ പുറകെ പോയാൽ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. വേറെ വഴിയൊന്നുമില്ല. കർത്താവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് എല്ലാം ചെയ്യട്ടെ, കർത്താവ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല കർത്താവിന്. കാരണം അറിയാമോ, നമുക്ക് വിൽ പവർ തന്നിരിക്കുക. നിങ്ങൾക്ക് എന്റെ വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരു അരോചകോട് തോന്നിയേക്കാം, കർത്താവിനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ. അത് സത്യമാണ് ഞാൻ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആകെ 2 പേരുള്ളൂ. ഒന്ന് ആദവും, ഒന്ന് ഹവ്വയും. ഹവ്വ പോയിട്ട് ഫലം പറിച്ചിട്ടപ്പോ കർത്താവ് പറഞ്ഞു, ഇനി മോളെ പറിക്കല്ലേ എന്നൊക്കെ കൈ തട്ടി മാറ്റിയോ? ആദവിനോട് പറഞ്ഞു കൊടുത്തോ, എടാ കഴിക്കരുത്, ഞാൻ പറഞ്ഞിട്ടല്ല കഴിക്കുന്നോട് തട്ടിക്കളഞ്ഞു? ഇല്ല. ദൈവം നമുക്ക് പറഞ്ഞു തരും. കർത്താവ് നമുക്ക് വചനം പറഞ്ഞു തരും. അനുസരിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാ. ഞാൻ പലർത്തം മനസ്സിലാവുന്നുണ്ട്. അവിടെ കർത്താവ് ചെയ്യുന്ന പറഞ്ഞു ഒന്നും ചെയ്യില്ല കർത്താവ്. എന്റെ കർത്താവിന് ചെയ്യാൻ കഴിവില്ലാത്ത അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് കറക്റ്റ് ആണോ? കർത്താവിന് എല്ലാം കഴിയും, പക്ഷേ കർത്താവ് ചെയ്യില്ല. നമ്മുടെ സ്വയത്തിൽ കയറി കർത്താവ് പ്രവർത്തിക്കത്തില്ല. അതാണ് അവന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചത്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞു വരുന്നത്? അവൻ വചനം പറഞ്ഞു തരും നമുക്ക്. അനുസരിക്കുക എന്നുള്ളത് എന്റെ സമർപ്പണമാണ്. ആണോ? പാവം പൊങ്ങി വരും, ജനം പൊങ്ങി വരും, മോഹം പൊങ്ങി വരും. അവിടെ ഞാൻ എന്റെ കർത്താവെ പ്രതി അനുസരിക്കുകയാണ് ചെയ്യുന്നത്. സുവിശേഷം 1 തെസ്സലോനിക്ക 2 തെസ്സലോനിക്ക 1 തെസ്സലോനിക്കയിലെ വാക്കുണ്ട്. 1 തെസ്സലോനിക്കയിലെ 1:26, 17 വാക്യം പറയുന്നുണ്ട്. അവിടെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷാവിധി വരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ വചനം അനുസരിക്കാൻ വേണ്ടിയുള്ളതാ. വാക്കുകൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും പെട്ടെന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കർത്താവിനെല്ലാം സാധ്യമല്ലേ? കർത്താവിനെല്ലാം സാധ്യമാണ്, പക്ഷേ അനുസരിക്കേണ്ടത് എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കട്ടെ. ജയാളികൾക്ക് മാത്രമുള്ളതാണ്. നമുക്ക് ഈ അത്രയും വലിയൊരു സ്ഥലത്തൊക്കെ ഞാൻ നിങ്ങൾ പോകാൻ പോകുന്നത്. വല്ലപ്പോഴൊക്കെ ആത്മാവിലേക്കൊന്ന് കയറിയിട്ടൊക്കെ ഒന്ന് നോക്ക്, പരതി നോക്ക്. ആത്മീയ ജീവിതത്തിലെ നമ്മൾ വെറുതെ ചുമ്മാ കേട്ടിട്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ആരാധിക്കുമ്പോഴൊക്കെ ഒന്ന് നമ്മളൊക്കെ വിട്ട് നമ്മുടെ ജഡമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആത്മാവിലേക്ക് ഒന്ന് കയറി നോക്കിയേ, അപ്പോൾ അറിയാം. ഈ എബ്രായനും 12-ാം അധ്യായം അതിന് 21 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ 8 മനോഹരമായ സ്ഥലത്താണ് എന്നെയും നിങ്ങൾ ഇരുത്തിയിരിക്കുന്നത്. വരും ദിവസം നിങ്ങൾ എടുക്കും. സ്വർഗീയ സിയോണിലും 1000 ദിവസങ്ങളുടെ നടുവിലും ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യരഹത്തിലും അല്ലെ ആദിജാതന്മാരുടെ ഏറ്റവും മനോഹരമായ സ്ഥലത്താ എന്നെയും നിങ്ങളെ ഇന്നിരുത്തിയിരിക്കുന്നത്. ഇരുത്തുമെന്നല്ല, ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ കേൾക്കാൻ പറ്റുന്നുണ്ടോ നമുക്കത്? അതാ വിഷയം. നമുക്ക് കേൾക്കാൻ നമ്മുടെ അകത്തെ മനുഷ്യൻ ഇന്ന് ദൈവരായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്വരം, ആ കൗൺസിലിലെ സ്വരം കേൾക്കാൻ കഴിയണം. എപ്പോഴും ഞാൻ പറയുന്നില്ല, ഇതിനെ പലപ്പോഴും നമ്മളെ ലോകത്ത് ജീവിക്കുമ്പോൾ ആ സ്വരം പലപ്പോഴും നമുക്ക് അടഞ്ഞു പോയി. എനിക്കറിയാം. എങ്കിൽ പോലും നമ്മൾ പരതുകയാണ്. നമ്മുടെ ആത്മാവിൽ ഒന്ന് പരതു നോക്ക്. നമ്മളെ ഒന്ന് ഇറങ്ങിയൊന്ന് കേറും. നിങ്ങള് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലയോ? തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ട് പേടിച്ച് ഞാൻ പറയുന്നത്. ആത്മാവിലേക്ക് കയറി നോക്കി. നമ്മൾ ഇത് മാത്രമല്ല, ക്രിസ്ത്യ ജീവിതം ആത്മാവിൽ 7 സഭയോട് ദൂത് പറയുമ്പോൾ, വെളിപ്പാട് പറയുമ്പോൾ, 2-3 അധ്യായങ്ങൾ പറയുമ്പോൾ 7 സഭയോടും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്താ? ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു സ്വരം പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ തക്കവണ്ണം നമ്മുടെ അകത്തെ മനുഷ്യൻ ലൈവായി ജീവിക്കണം. അതിനാ വചനം പഠിക്കുന്നത്. നമ്മൾ വചനം പഠിക്കുന്നത് അതിനു വേണ്ടിയാ. കാഹളം ധരിക്കുമ്പോൾ ആരെ കേൾക്കാൻ പോകുന്നത്?
കാഹളം ധരിക്കുമ്പോൾ അപ്പൊ തന്നെ ഇവിടുത്തെ ന്യൂ ലൈഫിൽ ബാംഗ്ലൂർ ഓർഡർ കാഹളം വരുന്നുണ്ട്. ഡില്ലേ പാസ്റ്റർ ജോസഫ് പാസ്റ്റർ, നമുക്ക് ഡിൽ പാസ്റ്റർ നിങ്ങളുടെ മലയാള സർവീസിൽ ഒരു വാട്സപ്പിൽ ഒരു ഒറ്റ ഗ്രൂപ്പ് മെസ്സേജ് അങ്ങനെയാണ്. അല്ലെങ്കിൽ പള്ളിയിൽ മണിയടിക്കുന്നത് എക്കണിങ്ങനെ പറഞ്ഞായിരിക്കുമോ? ഇനി ഏത് ശരി കൊണ്ടാണ് കേൾക്കാൻ പോണത് ആ കാഹളം വലിക്കുന്നത്? പറ. അകത്തെ അകത്തെ മനുഷ്യൻ പഠിക്കാൻ മനസ്സിലായിക്കോളൂ. അകത്ത് ഇന്നർ മാൻ, നമ്മുടെ അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. അവന്റെ ചെവി ഉരുവാകണം, കേൾക്കാൻ ഉരുവാകണമെന്ന് ഗ്രഹിച്ചോ നമ്മൾ? ഇതുവരെ വിട്ട് പോയതൊക്കെ പോട്ടെ, പക്ഷെ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥമായ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ മതി. കാരണം കർത്താവ് വരാൻ സമയമായി. പടിവാതിക്കൽ നിൽക്കുക നമ്മുടെ കർത്താവിന്റെ വരവ്. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. കാരണം ഇതിനെക്കുറിച്ച് ഒരുപാട് പലയിടത്തായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടേക്ക്. അപ്പോ അതുകൊണ്ട് ദൈവം നമ്മളെ ഹെവൻലി ഫാമിലിയിലേക്ക് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. ആണോ ഇല്ലയോ? അങ്ങനെയുള്ളവരാണോ? തലയൊക്കെ കുലുക്കുന്നുണ്ട്. പക്ഷെ ഒരു ആമയും വല്ല അവിടെ ഇവിടെയൊക്കെ ഈ പടക്കം പൊട്ട പോലെയൊക്കെ ഒന്നും കൊണ്ട് ആമയും മാത്രം കേൾക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയാ, നമ്മുടെ അപ്പന്റെ നമ്മുടെ കുഞ്ഞു മക്കളാണ്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അപ്പന്റെ വണ്ടിയുടെ സ്വരം കേട്ടാൽ മതി. അങ്ങനെയല്ലേ? നമ്മുടെ അപ്പ വരുന്നുണ്ട്, അപ്പം വണ്ടിയുടെ സ്വരം കേട്ടാൽ മതി. അത്രയും എന്താ പറയാ, ആ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ പറഞ്ഞു കുഞ്ഞുങ്ങളായിരിക്കുമ്പോ ആ അപ്പനുമായുള്ള ഗാഢമായ ബന്ധത്തിലിരിക്കുമ്പോൾ അപ്പൻ രാവിലെ പോയിട്ട് വരുമ്പോ വൈകിട്ട് വരുമ്പോ ആ ബുള്ളറ്റിന്റെ സൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൗണ്ട് കേട്ടാ മതി അവന്. ഹല്ലേലൂയ. നമ്മൾ ഇതുപോലെ വചനം സത്യവചനം കേൾക്കുമ്പോൾ അകത്തു ജീവന്റെ തുടിപ്പുകൾ ഉണ്ടെങ്കിൽ ആ സ്വരം നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ അകത്തറിയാതെ അതിന് ആമേൻ പറഞ്ഞു. കാരണം അറിയാമോ, ഇത് ജീവന്റെ വചനമാണ്, ഇത് പിതാവിന്റെ വചനമാണ്. ഹല്ലേലൂയ. ഇത് മാനുഷ്യ രീതി ഞാൻ നിങ്ങളോട് നിങ്ങൾ സംസാരിച്ചാൽ ഇത് ഓക്കെ മാനുഷികമാണെന്ന് പറയും. ഇതൊന്നുമല്ല, സത്യവചനമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ ആമേൻ എന്ന് പറയുമ്പോൾ ഞാനും അതിന് ആമേൻ പറയുന്നതായിട്ട് ദൈവം കാണുകയാണ്. നമ്മുടെ അകത്ത് നമ്മൾ തന്നെ സ്വയം പ്രൊക്ലെയിം ചെയ്യുക, നമ്മൾ തന്നെ ഏറ്റുപറയുകയാണത്. വചനം പറഞ്ഞില്ലെങ്കിലും പാസ്റ്റർ മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ ആമേൻ പറയുമ്പോൾ ഞാനും പറഞ്ഞതായിട്ട് ഞാനും പറഞ്ഞ കൂടെ ചേരുകയാണ്. അതിനോട് സ്വർഗം അത് അംഗീകരിക്കുക. തെറ്റ് പറയുമ്പോഴല്ല, കേൾക്കുമ്പോൾ നിങ്ങൾ സത്യമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. രണ്ടാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗവൺമെന്റിനെ കുറിച്ചാണ് അല്ലേ? ഒരു ഭരണ സംവിധാനം എവിടെയുണ്ട്? ആ ദൈവരാജ്യത്തിനകത്തുണ്ട്. ഇതാണ് അനേകർക്ക് മനസ്സിലാകാതിരിക്കുന്ന കാരണം. ഇതിനകത്തൊരു നീതിയുണ്ട്. ഇതിനകത്ത് ഒരു ദൈവരാജ്യത്തിൽ നീതിയും ഭരണ സംവിധാനങ്ങളും നിയമങ്ങളും നിയമനങ്ങളും ശിക്ഷയും അല്ലേ രക്ഷയൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ കണ്ടുവച്ച ഡെലിവറൻസ് ക്ലാസ് പഠിച്ചു നമ്മള് ഒട്ടനവധി വിശ്വാസികൾ ശപിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദുരാത്മാക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ സ്വർഗീയ പിതാവ് തന്നെ എനിക്ക് പിശാചുക്കളെ എന്താ പറയാ, അവിടെ വാക്കുണ്ടല്ലോ മത്തായി 6-ാം അധ്യായത്തില് ചേകവര്, ദൈവം തന്നെ സ്വർഗീയ കോടതിയിൽ നമ്മളെ പിശാച് ദൂതന്മാരായ ചേകവരെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷെ ആ ദൈവരാജ്യത്തിനകത്ത് നിയമങ്ങൾ ലംഘിച്ചാൽ പിതാവാം ദൈവം നമ്മളെ ചേകവരെ ഏൽപ്പിച്ച് നമ്മളെ ദണ്ഡിപ്പിക്കാൻ ഏൽപ്പിക്കും. അവസാനം ചില്ലിക്കാശ് കൊടുത്തു തീരുവോളം കടന്നു വരാൻ കഴിയത്തില്ല നമുക്ക്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ പക്ഷെ നീ കേട്ട് കാണത്തില്ല. അങ്ങനെ ഉണ്ടെന്നേ. നമ്മുടെ വിചാരം കർത്താവ് നമ്മൾ കരഞ്ഞാൽ കൂടെ കരയും, നമ്മൾ ചിരിച്ച കർത്താവ് കൂടെ ചിരിക്കും. ഇതൊക്കെ ആര് പറഞ്ഞ് എനിക്കറിയത്തില്ല. അവൻ നീതിമാണ്, നീതി വിട്ട് ജീവിക്കില്ല കർത്താവ്. ഇതാണോ? അപ്പൊ ഒന്ന് നമുക്ക് പഠിക്കാം. ഉൽപ്പത്തി ഇതും ആദ്യം അവസാനം ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കാം. ഉൽപ്പത്തി 1 നമുക്ക് ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഓർഡർ ടു റൂൾ. ഭരിക്കുവാൻ വേണ്ടി തന്നെ ആ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെ? വെറുതെ ഒരു സൃഷ്ടിച്ചതല്ല. ഉൽപ്പത്തി 2:7 ദൈവ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ വെറുതെ ചുമ്മാ ദൈവത്തിന് തോന്നുന്നത് സൃഷ്ടിച്ചതല്ല. മനുഷ്യനെ ദൈവത്തോടുകൂടെ ഭരിക്കുവാൻ വെച്ചതാ. ക്ലിയറാണോ? പഠിക്കാനെ കുറിച്ചൊക്കെ ഭരിക്കുവാൻ തന്നെയാണ് വിളിച്ചത്. പണ്ടിവിടെ ഭരണത്തെ കുറിച്ച് മൈക്രോവേഷൻ ഡേ എന്നൊരു ക്ലാസ് ആരംഭിച്ചതാ. അത് തള്ളിക്കിടത്തി. അതിന്റെ മർമ്മങ്ങളിലേക്ക് വന്നു തുടങ്ങിയില്ല. അതിനുമുമ്പ് തന്നെ തള്ളിക്കിടത്തി കളഞ്ഞു. വാങ്ങട്ടെ, അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ഉൽപ്പത്തി 1:26 പറയുന്നു, എന്താ? ദൈവം അവരെ 28-ാം വാക്യം ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി. മലയാളത്തിൽ ഇങ്ങനെയാ, ഇംഗ്ലീഷിൽ മനോഹരമായ വാക്ക ഫ്രൂട്ട്ഫുൾ. ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ മക്കളെ മാത്രം, സന്താന മക്കളെ മാത്രമല്ല, നമ്മുടെ സകല ജീവിതത്തിലും ഫ്രൂട്ട്ഫുൾ ആകണം. എന്റെ വാക്ക് ക്ലിയർ ആണോ? നമ്മുടെ ജോലിയിലാണോ,
നമ്മുടെ ബിസിനസ് ആവട്ടെ, ജോലി ആവട്ടെ, കുടുംബമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, പിന്നെ എന്തൊക്കെയാ ഓടി വരുന്നില്ലല്ലോ അല്ലെ? എവിടെ ആവട്ടെ അവിടെയെല്ലാം എന്ത് വേണം? ഫ്രൂട്ട്ഫുൾ എന്ന വാക്കാണ് എടുത്തിരിക്കുന്നത്. മലയാളത്തിൽ ഇത്തിരി ചെറിയ സന്താനപുഷ്ടിയുള്ളവരായി അല്ലേ? അപ്പൊ എന്തുമാകട്ടെ, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. ഒന്ന്, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി, പിന്നെന്താ പറയാ, സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വതജാതികളുടെ മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ. 5 കാര്യങ്ങളാ ദൈവം മനുഷ്യന് കൊടുത്തത്. മനസ്സിലായോ? നേരത്തെ പഠിച്ചു, ഹെവൻലി ഫാമിലിയിലേക്ക് അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചാക്കി വെച്ചു. അതവന്റെ ഹെവൻലി ഫാമിലിക്ക് വേണ്ടിയ ക്യാരക്ടർ, അതിന്റെ സ്വഭാവം, ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ വേണ്ടിയ. എന്നാൽ ഇതല്ല, ഇത് ഗവൺമെന്റ് ആണത്. ഒരു ഗവൺമെന്റിലേക്ക് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുക, അവിടെ ജനിപ്പിച്ചിരിക്കുന്നത്. അവിടെ എന്താ പറയുമോ, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഒന്ന്, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. അല്ലേ? സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വതജാതികളുടെ മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ. 5 കാര്യങ്ങൾ ദൈവം മനുഷ്യനെ കൊടുത്തു, വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഇതാണ് ദൈവം മനുഷ്യന് കൊടുത്ത വാക്തത്വങ്ങൾ. ഉൽപ്പത്തി പുസ്തകമൊക്കെ 1-ാം അധ്യായം കച്ചുമെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും പഠിക്കാം. 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം ഉണ്ടാക്കി. ഓരോ 1000 വർഷത്തേക്ക് എല്ലാം അവിടെ ഓരോ സൃഷ്ടിപ്പ് നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായി വരുന്നത്? ഓരോ 1000 സൃഷ്ടി, ഓരോ 1000 വർഷത്തിലെ സൃഷ്ടി, ആ ഗ്യാപ്പിനുള്ളിൽ ഓരോ ദിവസം ദൈവം സൃഷ്ടിക്കുമ്പോൾ അതിന്റെ എല്ലാം ഓരോരോ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ദൈവജ്ഞാനത്തിന് മുമ്പിൽ നമ്മൾ നമസ്കരിച്ചേ മതിയാകത്തുള്ളൂ. വേറെ ഒരു വഴിയുമില്ലത്. അത്രയും ജ്ഞാനമാണ് ദൈവത്തിൻ്റെത്. ഓരോ വാക്കിന്മേലും എത്ര ആഴമാണെന്ന് അറിയാമോ നമുക്ക്? അപ്പൊ എന്തുമാകട്ടെ, അങ്ങനെ ദൈവം മനുഷ്യൻ കൊടുത്തു. നമുക്കറിയാം, പിന്നീട് മനുഷ്യനെ കാണുന്ന പാപത്തിൽ വീണുപോയി അവൻ പലതും തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ നമുക്ക് കണ്ടായിരുന്നു. എന്നാലും വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 21-ന്റെ 6-ാം വാക്യം, അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. മനുഷ്യൻ വീണുപോയി, പാപത്തിൽ പോയി അല്ലെ? അബ്രഹാമിനെ വിളിക്കുന്നു, പുതിയ തലമുറ പൊക്കുന്നു, ഇസ്രായേലിനെ ജനിപ്പിക്കുന്നു, വീണ്ടും താഴേക്ക് പോകുന്നു അല്ലെ? അങ്ങനെ 44,000 വർഷം മനുഷ്യന്റെ ഒരു രക്ഷയുമില്ല. മനുഷ്യനെ വിളിക്കും, തിരിച്ചു പോകും, തിരിച്ചു വിളിക്കും, ദൈവം വിളിക്കും, തിരിച്ചു പോകും. ഇത് തന്നെ പരിപാടി. ക്രിസ്തുവിലൂടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ഏത് ദൈവത്തിലെ പ്രൊജക്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ആ വെളിപ്പാട് ദിവസം 20-6 നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഹെവൻലി ഫാമിലിയെ കുറിച്ച് പഠിക്കുമ്പോൾ 21-6-7 ഇവിടെ പറയുന്നത് 20-6 അല്ലേ? എന്താ വായിച്ചേ? അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലേക്ക് കർത്താവ് അനുവദിക്കുന്ന പോലെ പുനരുദ്ധാനങ്ങളെ കുറിച്ച് പഠിക്കണം. കാരണം 1-ാം പുനരുദ്ധാനത്തിൽ പേരുള്ളവരാരാ? ഇത് നോക്കിയേ, ലോട്ടറി അടിക്കുന്ന പരിപാടിയല്ല ഇത്. നോക്കിയേ, ഇത് 1-ാം പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. വേണ്ടേ? ഒരു സുഖമില്ല നിങ്ങൾക്കൊന്നും. ഈ 1-ാം പുനരുദ്ധാനത്തിൽ പങ്കില്ലെങ്കിൽ പിന്നെ പോയി സഹോദരങ്ങളെ. ഞാൻ പറയും, പിന്നെ വേറെ ലെവലൊക്കെ പഠിക്കുന്നതിനെ അതിനെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച്. നമുക്ക് ആവശ്യം 1-ാം പുനരുദ്ധാനത്തിൽ എനിക്കും നിങ്ങൾക്ക് പങ്കുണ്ടാകണം. അതിൽ തന്നെ വ്യത്യാസമുണ്ട്, അത് വേറെ കാര്യം. ഞാൻ പിന്നെ എടുത്തോളാം അതിനെ കുറിച്ച്. ഇത് പറയാ, പങ്കുള്ളവർ ഭാഗ്യവാനും അവരാരാ? വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. 2-ാം മരണം എന്താ? ഇവിടെ നമ്മൾ ചർച്ച പഠിച്ച 2-ാം മരണം എന്താ? എന്നും എന്നേക്കുമായി ഇനി മനുഷ്യന് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഒരവസരവുമില്ല. മനസ്സിലായോ? എന്താ 2-ാം മരണം? 1-ാം മരണം സംഭവിച്ചോ? 1-ാം മരണം സംഭവിച്ചു നമുക്ക് എവിടെയാ? ഉൽപ്പത്തി 2:17 അല്ലേ? 1-ാം മരണം സംഭവിച്ചു. ഈ 2-ാം മരണത്തെ എവിടെയാ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അറിയാമോ? നമ്മുടെ ഹൃദയത്തിന്റെ കാലത്തിൽ പതിച്ചാൽ നമുക്ക് പെട്ടെന്ന് ദൈവത്തിന് ഫലം കൊടുക്കാൻ കഴിയും. 2-ാം മരണം എവിടെ സംഭവിക്കുന്നത്? 1000 ആണ്ടിന് ശേഷം വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്, വലിയ വെള്ള സിംഹാസനായിരുന്നു പറഞ്ഞിരിക്കുന്നില്ലേ? അന്നാണ് 2-ാം മരണം സംഭവിക്കാൻ പോകുന്നത്. അത് സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഒരിക്കലും കഴിയില്ല. എന്നും എന്നേക്കുമായി വേർപെട്ടു പോകുന്നു. 1-ാം മരണത്തിലൂടെ 1-ാം മരണം സംഭവിച്ചെങ്കിലും മനുഷ്യൻ ഇന്നും മടങ്ങി വരുവാൻ അവസരങ്ങളുണ്ട് ദൈവത്തിലേക്ക്. എന്നാൽ 2-ാം മരണം സംഭവിച്ചാൽ ഒരിക്കലും മടങ്ങി വരാൻ കഴിയത്തില്ല. നിത്യമായ നരകം മാത്രമേ ഉള്ളൂ. വാക്യങ്ങൾ ക്ലിയറാണോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ 1-ാം പുനരുദ്ധാനത്തിൽ തന്നെ ഭാഗ്യവാൻ നമ്മൾ ആകത്തക്ക വണ്ണം പോരാടാൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്പിരിച്വൽ വാർഫെയറെ കുറിച്ച് കർത്താവ് എപ്പോഴും അവസരം കിട്ടിയാൽ പഠിക്കാം. ആത്മീയ യുദ്ധത്തെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ് നമ്മൾ ആത്മീയ യുദ്ധത്തെ കുറിച്ച്. ഇല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല പലതും. അപ്പൊ അതുകൊണ്ട് പറയാം,
ഭാഗ്യവും വിശുദ്ധരുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഓക്കെ, 1000 ആണ്ട് വാഴ്ച അവിടെ മുതൽ. അപ്പൊ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ ആ വാഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. ഇതേ ഭൂമിയിൽ വെച്ച് തന്നെ ഈ സൃഷ്ടിപ്പ് തുടങ്ങി 6000 വർഷം കഴിഞ്ഞ് 1000 ആണ്ട് കൂടി വരുമ്പോൾ ഏതായാലും ഭാഗത്തുള്ളൂ. അപ്പൊ 1000 ആണ്ടിൽ തന്നെ എന്റെയും നിങ്ങളുടെയും വാഴ്ചകൾ ആരംഭിക്കാൻ പോവുകയാണ്. ആ ഗവൺമെന്റിൽ അംഗത്വം ലഭിക്കുക. ഇപ്പൊ സർക്കാരിലേക്ക്, ഇപ്പൊ കോർപ്പറേഷനിലേക്ക് കളിക്കുന്ന പറയാ, ഗവൺമെന്റിൽ എനിക്കൊരു ജോലി കിട്ടും, സെൻട്രൽ ഗവൺമെന്റിലേക്ക് ജോലി കിട്ടുമെന്നൊക്കെ പറയില്ല നമ്മള്. അപ്പൊ ഞാൻ ആരായി? ഗവൺമെന്റിന്, ഇന്ത്യൻ ഗവൺമെന്റ് ഒരാളായി ഞാൻ, ആണോ അല്ലയോ? അതുപോലെ തന്നെ ഈ സ്വർഗീയ ആ ഗവൺമെന്റിന്റെ ഒരു മെമ്പറാക്കി, ഓൾറെഡി മെമ്പർ തന്നെ എങ്കിൽ പോലും ആ ഭരണത്തോടുള്ള ബന്ധത്തിൽ, ഗവൺമെന്റിനുള്ള ബന്ധത്തിൽ ഞാൻ അവരുടെ ഒരു എന്താ പറയാ, ഒരു വാഴ്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക. ക്ലിയർ ആണോ? അപ്പോ 1000 ആണ്ട് ഈ ഒന്നാം പുനരുദ്ധാനത്തിൽ പേരുള്ളവർ ഭാഗ്യവന്മാരായി തീരും. അവർ 1000 ആണ്ട് മുതൽ ഭരണം ആരംഭിക്കും. കർത്താവ് അനുവദിക്കുന്നത് പിന്നീട് പഠിക്കാം. വെളിപ്പാട് പുസ്തകം ഓർമ്മ ശരിയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം, 22-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവർ നിത്യമായി ദൈവത്തോടു കൂടി വാഴും. വാക്യം ചെറിയ വാക്യം, നിത്യം, ചെറിയ വാക്കുകൾ വ്യത്യാസമേ ഉള്ളൂ. നിത്യം എന്ന് പറഞ്ഞാൽ 1000 ആണ്ടിന് ശേഷം ഈ വെള്ളസിംഹാസന, ഈ എന്താ പറയാ, ഈ ആകാശവും ഭൂമിയൊക്കെ കത്തുകഴിഞ്ഞ ശേഷം വീണ്ടും ഒരു വേറൊരു ലോകത്തേക്ക് നമുക്ക് കടക്കാൻ പോവുകയാണ്. ആ നിത്യമായ ലോകം, ആ പിതാവിന്റെ രാജ്യം എന്നൊക്കെ പഠിക്കും, അത് പിന്നീട് പഠിക്കും. അവിടെയും നമ്മൾ രാജാക്കന്മാരായി വാഴുമെന്നൊക്കെ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത്. സന്തോഷമൊന്നുമില്ല ആർക്കും. നമുക്ക് ഇവിടുത്തെ കഞ്ഞി എങ്ങനെയും നാളെ കഞ്ഞി കിട്ടണം, ലോൺ കിട്ടണം, എങ്ങനെയും നാളത്തെ വാടക കൊടുത്തു CC അടക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുള്ളൂ. ഈ പറയുന്നതൊക്കെ, ഈ ദൈവരായത്തെ കുറിച്ച് അന്വേഷിച്ച് നോക്കി, ഇതൊക്കെ നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും എന്ന് നിർമ്മല മനസ്സോടെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയേ, നിങ്ങൾക്ക് പുറകെ ആയുഷ്കാലം പുറകെ നിങ്ങളുടെ നന്മയും കാരണം നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ അതിന്റെ പുറകെ ഒന്നും പോകണ്ട. അങ്ങനെ അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ വാക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അവന്റെ രാജ്യവും നീതിയും, ഞാൻ ജനിച്ചിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചും ഞാൻ വളരുന്ന രാജ്യത്തെക്കുറിച്ചും ഞാൻ പോകാൻ പോകുന്നതിന്റെ ഭവനത്തെക്കുറിച്ചും അറിഞ്ഞു നോക്കിയേ. അവരുടെ നീതി, അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് പ്രവൃത്തികൾ, അവിടുത്തെ അറിഞ്ഞു നോക്കിയേ. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എല്ലാം നിങ്ങളുടെ പുറകെ വരും. അത് അവിടുത്തെ വാക്തത്വമാണ്, നമ്മുടെ വാക്തത്വം, നമ്മുടെ കഴിവല്ല. അവൻ നമ്മുടെ പുറകെ അഴക്കാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ ആദ്യം മറ്റന്വേഷിച്ചിട്ട് ഇതിന്റെ പുറകെ പോവില്ല. ഇത് അന്വേഷിച്ചിട്ട് അതിന്റെ പുറകെ പോകാൻ വേണ്ട, അത് നിങ്ങളുടെ പുറകെ ഓടി വരും. ഒന്നും മിണ്ടുന്നില്ല. നമുക്കൊക്കെ ഇത്തിരി കഴിവും പഠിപ്പൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്കൊക്കെ ഒരു സുഖവുമില്ല. പക്ഷേ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതം. നമ്മൾ അതിനെ കുറിച്ച് തൊട്ടിട്ട് പോലും ഇല്ല ക്ലാസ്, അല്ലേ? വിശ്വാസം, ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ബൈ ഫെയ്ത്ത്. മറന്നുപോകും, അതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ജീവിതം. വിട്ടുപോകുന്നു. അപ്പോ ഉൽപ്പത്തി പുസ്തകം 28 ആദമിനോട് പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കുക. ആദമിനോട് പറഞ്ഞത്, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വജാതിയുടെ മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവത്തിന്റെ ആദ്യത്തേക്ക് അനുഗ്രഹത്തിന്റെ വാക്കുകൾ മനുഷ്യന്റെ മേൽ വന്നത്, അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ അവിടെ എന്തൊക്കെയാ? 5 കാര്യങ്ങൾ. 5 കാര്യങ്ങൾ എന്തൊക്കെയാ? സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുക. ഈ 5 കാര്യങ്ങളാണ് മനുഷ്യ ദൈവം കൊടുത്തത്, അല്ലെ? കൊടുത്തത്. എന്നാൽ നമുക്കറിയാം, താഴേക്ക് പഠിക്കുമ്പോൾ എത്രാമത്തെ വാക്യം? 6-ാം അധ്യായത്തിലല്ലേ? 6-ാം അധ്യായം വാക്ക് അതെടുക്കാം. അതിന് മുമ്പായിട്ട് ഉൽപ്പത്തി 6-ന്റെ 1 മുതൽ 3 വരെ പഠിക്കും. യോഹയോട് പറയുമ്പോൾ അവിടെ പറയുന്ന വാക്കുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഉൽപ്പത്തി 6-ന്റെ 1 മുതൽ 1 ദൈവം നോഹ, ഞാൻ 6-നെയാണോ? അല്ല, 6-നെ അതിന് സെയിം ആക്കില്ലേ? എന്നാ 9-ന്റെ ആയിരിക്കും. ഞാൻ ഇവിടെ 6 എഴുതിയേക്കണം. 9-ന്റെ 1, സോറി, അത് 6 തെറ്റി പറ്റിപ്പോയി. 9. ഓക്കെ. ഉൽപ്പത്തി 1:28 ദൈവം ആദമിനോട് പറയുമ്പോൾ
നിങ്ങൾ വാഴുവിൻ. ഏതൊക്കെയാ? 5 കാര്യങ്ങൾ പറഞ്ഞു. 5 ഒന്ന് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുവാന്ന് 5 കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ എവിടെയാ വാഴേണ്ടത്? സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേൽ, ആകാശത്തിലെ പറവജാതികളുടെ മേൽ, സകല ഭൂചര ജന്തുവിന്മേൽ ഒക്കെ വാഴുവാൻ. 5 കാര്യം കൊണ്ട് പിന്നെ എടുക്കാം അതിനെക്കുറിച്ച്. 5 വാഴുവാൻ പറഞ്ഞു ദൈവം. ഈ പറഞ്ഞ ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം, അല്ലെ, ബേർഡ്സ് കിങ്ഡം എന്നൊക്കെ പറയുന്ന 5 രാജ്യങ്ങൾ, 5 രാജ്യമല്ല രാജ്യത്വങ്ങളുടെ മേൽ, കിങ്ഡത്തിന്റെ മേൽ വാഴുവാൻ ദൈവം ആദമിനെ സൃഷ്ടിച്ചതാണ്. എന്റെ വാക്ക് ക്ലിയർ ആണോ? നോക്കിയേ, മലയാളത്തിൽ ബാക്കി ഉത്തരകൂടെ ഇംഗ്ലീഷ് പറയുന്നത് അല്ലേ? ഫിഷ് കിങ്ഡം, അല്ലെ, ബേർഡ്സ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം എന്നൊക്കെ പറയുന്ന 5 രാജ്യത്വങ്ങൾ മേൽ, അല്ലെ, രാജ്യമല്ല രാജ്യത്വങ്ങളുടെ മേൽ വാഴുവാൻ ദൈവം മനുഷ്യനെ വിളിച്ചതാണ്. എന്നാൽ നോഹയോട് പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്. നീ എന്ത് ചെയ്യണം? 1 സന്താനപുഷ്ടിയുള്ളതായി പെരുകി ഭൂമിയിൽ നിറയുകയും. അത്ര തൊട്ടുപോലെ നമുക്ക് അവിടെ വേറെ 2 കാര്യം പറയും: അടക്കുക, വാഴുക. നോഹ ആദമിനോട് പറയുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? നീ സന്താനപുഷ്ടികളായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നോഹയോട് പറയുമ്പോൾ അങ്ങനെയല്ല, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറയണം. ആദ്യത്തെ 3 കാര്യങ്ങൾ ക്ലിയർ ആണോ? നോഹയോട് പറഞ്ഞു. പക്ഷേ ബാക്കി 2 കാര്യമുണ്ട്. അടക്കണം, പഠിക്കാം. 2 വാഴുവാൻ. പക്ഷെ ഇവിടെ ആ വാക്ക്, ഇവിടെ ഈ നോഹയോട് പറയുമ്പോൾ ആ വാക്ക് അവിടെ ഇല്ല. ഉണ്ടോ? പിന്നെ ഉണ്ട്. നിങ്ങൾ പേടിയും നടുക്കവും സമുദ്രത്തിലെ സകല മൃഗങ്ങൾക്കും, ആകാശത്തിലെ എല്ലാ പറവകൾക്കും, സകല ഭൂചരങ്ങൾക്കും, സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങൾ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. വാഴുവാൻ എന്നുള്ള സാധനമില്ല അവിടെ. കാരണം മനസ്സിലാവുന്നുണ്ടോ? കാരണം മറ്റൊന്നുമല്ല, ദൈവം നമ്മളെ ആദമിനെ സൃഷ്ടിക്കുമ്പോൾ അവന്റെ സ്വരൂപവും സാദൃശ്യമാണ്. ക്ലിയറാണോ? 6-ാം അധ്യായത്തിൽ അല്ലെ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു വാക്യമില്ലേ? സേത്തിനെ ജനിപ്പിച്ചത് വാക്യം. എത്രാമത്തെ വാക്യോ? സേത്തിനെ ജനിപ്പിച്ച വാക്യം 6-ാമത്തെ അധ്യായത്തിലില്ലേ? സേത്തിനെ ജനിപ്പിച്ചു, അത് 136 എന്നൊക്കെ വയസ്സായി എന്നൊക്കെ പോയപ്പോൾ സേത്തിനെ ജനിപ്പിച്ച വാക്യം എത്രാമത്തെ വാക്യം? ഞാൻ ബൈബിൾ എടുത്ത് അവിടെ വേഗം പറയാൻ പറ്റുമോ? വേണ്ട, സോറി, അവിടെ 5-ന്റെ 1 മുതൽ 3 വരെ ഞാൻ ശ്രദ്ധിച്ചേ, കണ്ടില്ല. നോക്കി, 5-ന്റെ 1 മുതൽ 3 വരെ പഠിക്കുമ്പോൾ ആദാമിന്റെ വംശപാരമ്പര്യമാണിത്. നോക്കി, ഉൽപ്പത്തി 1-ന്റെ 26-ാമത്തെ വാക്യം. ഞാൻ ആ വാക്ക് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. വാക്യത്തിൽ പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന്റെ സ്വരൂപം സാദൃശ്യമാണ്. വ്യത്യാസങ്ങൾ മനസ്സിലാക്കണമേ. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം നല്ല വേഗത്തിൽ ഓടാൻ കഴിയും നമുക്ക്. ഉൽപ്പത്തിയിൽ ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദമിന് ദൈവത്തിന്റെ സ്വരൂപം സാദൃശ്യമാണ്. ഇതാണല്ലോ. അതുകൊണ്ട് വാഴുവിൻ എന്ന വാക്ക് 5 സന്താനപുഷ്ടികളായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുവിൻ പറഞ്ഞത്, അല്ലേ? എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദം പാപം ചെയ്ത് അവരെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കി. കായീൻ ഹാബേലിനെ കൊന്നു. വീണ്ടും ഹാബേലിന് പകരമായി ഒരു ശേത്ത് എന്ന് പറയുന്ന കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ചെറിയൊരു വാക്യമുണ്ട്. എന്താ വാക്യം? ആദമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ, തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവൻ എന്ത് പേരിട്ടു? ശേത്തിട്ടു. ഇപ്പോൾ മുതൽ ആരുടെ സ്വരൂപമാണ് മനുഷ്യന്? ആദമിന്റെ. പറഞ്ഞ ക്ലിയർ ആണോ? ആദമിന്റെ സ്വരൂപം സാദൃശ്യമാണ്. കുറച്ചു മുമ്പ് ആരാ? 1:26 ആരാ? സാക്ഷാൽ തേജോമന ദൈവത്തിന്റെയാ. അതുകൊണ്ട് നീ വാഴുവൻ പറഞ്ഞു നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വാഴാൻ നോക്കിയാൽ നടക്കത്തില്ല. അത് വേറെ കാര്യം, അല്ലേ? ഒരു പാച്ച ഓടി വഴി നമ്മൾ പേടിച്ച് പറിച്ച് ഓടിക്കളയും, അല്ലേ? ഇതൊന്നറിയാമോ? തൊട്ടുപോലെ 5 കിങ്ഡത്തിന് മേൽ വാഴുവാൻ പറഞ്ഞതാ. ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം എന്നൊക്കെ പറഞ്ഞ 5 പറവജാതികളുടെ മേൽ, ഇഴജാതികളുടെ മേൽ, അല്ലെ, മത്സ്യങ്ങളുടെ മേൽ വാഴുവാൻ പറഞ്ഞ മനുഷ്യന് വാഴ്ച നഷ്ടപ്പെട്ടു പോയി. കാരണം അറിയാമോ? ഇരിക്കാനടുത്ത് ഇരിക്കാത്തതുകൊണ്ട് അവരെ അടിച്ച് പുറത്താക്കിയതാണ്. ഞാൻ പറയാൻ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഗ്രഹിച്ചോ നിങ്ങൾ? നമുക്ക് ക്ലാസ് പതിയെ തുടങ്ങി വരികയാണ്. ഇതൊന്നും നേരെ ചൊല്ലി ഗ്രഹിച്ചാലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര എളുപ്പമായിരിക്കും ജീവിതം. അപ്പൊ അതുകൊണ്ട് സ്വരൂപത്തിന് ഏക്കത്തിന് സാദൃശ്യവും ഉടഞ്ഞുപോയി. സ്വരൂപം മാത്രമല്ല, നീതി വിശുദ്ധി മാത്രമല്ല, സാദൃശ്യം ഉടഞ്ഞുപോയി. പണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആത്മാവിൽ നിന്ന് കേട്ട്, ദേഹി കേട്ട്, ജഡത്തിലൂടെ സംസാരിക്കണം, ഈ ശരീരത്തിലൂടെ സംസാരിക്കണം. ഇതാണ് ഓർഡർ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ എവിടെയും പഠിത്തം തോന്നുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനുഷ്യനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച്? പക്ഷേ പാപം ചെയ്ത ശേഷം മനുഷ്യന് ഓർമ്മ എത്തിപ്പോയി. ആത്മാവ് ലൈവല്ല, മരിച്ചുപോയി, വേർപെട്ടുപോയി. പിന്നീട് മനുഷ്യൻ കണ്ടു, കാഴ്ചയുള്ള അകത്തേക്ക് കയറി, അല്ലേ, ദേഹിയിലേക്ക് വന്നു,
ശരിയല്ലേ? ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിലാണെങ്കിൽ പോലും അവിടെ കാഴ്ചയൊക്കെ ഉണ്ട്. കർത്താവേ, ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിലാണെങ്കിൽ പോലും അവിടെ കാഴ്ചയൊക്കെ ഉണ്ട്. കർത്താവേ, എനിക്കത് കണ്ടു, അതിനേക്കാൾ ഇതാ നല്ലത് കർത്താവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാഴ്ചയിലകത്തെ കയറ്റി ദേഹിയിലിട്ട് എന്താ പറയുക, അത് തിരിമറിയൊക്കെ നടത്തി നേരെ ആത്മാവിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓർഡർ തെറ്റിപ്പോയെന്ന് നമ്മുടെയൊക്കെ മറിഞ്ഞുപോയി എല്ലാം. അത് എല്ലായിടത്തും ഞാൻ ഓരോന്നെടുത്തോളാം. കുടുംബത്തിനകത്തും സഭക്കകത്തും ഒക്കെ ഓർഡർ തെറ്റിപ്പോയി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞതല്ല. സഭക്കകത്തിന് ഓർഡർ ഉണ്ട്, കുടുംബത്തിനകത്ത് ഓർഡർ ഉണ്ട്, ഒക്കെ ഓർഡർ തെറ്റിക്കിടക്കുകയാണ്, മറിഞ്ഞുപോയി നമ്മുടെയൊക്കെ. അതിലേക്ക് ഓർഡറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കർത്താവിന് ഈ പരിശുദ്ധാത്മാവ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയറാ? മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് സ്വരൂപത്തിന് സൃഷ്ടിച്ച നമുക്ക് അതിൽ നിന്ന് വേർപെട്ടു പോയി ആദമിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യൻ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു കാര്യം സംഭവിച്ചു, നമുക്ക് വായിച്ച് നഷ്ടപ്പെട്ടു പോയി. ആണോ ഇല്ലയോ? ആദ്യത്തെ 5 കാര്യം എന്തൊക്കെയാ? സന്താന പുഷ്ടിയുള്ളവരായി, നമുക്ക് പിന്നെ എടുക്കാം, പെരുകി നിറഞ്ഞ് അടക്കി വാഴുക. ഇത് ഇപ്പോൾ ആദമിനോട് പറഞ്ഞത് 5 കാര്യമാണ്. പക്ഷേ നോഹയോട് പറയുമ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് മാറ്റിവെച്ചു. എന്തൊക്കെയാ? സന്താന പുഷ്ടിയുള്ളവരായി, പെരുകി നിറയെ. ഇതാരും പഠിപ്പിക്കുകയും വേണ്ട നമ്മൾ, അല്ലെ? ഒരു സ്കൂളിൽ പോയി പഠിപ്പിക്കേണ്ട, ഇത് അറിയാതെ നിറഞ്ഞോളൂ നമ്മൾ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന. പക്ഷേ നഷ്ടപ്പെട്ടു പോയ 2 സാധനങ്ങൾ വേറെയുണ്ട്. ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാ. ഏതാ? അടക്കണം. ആരാധിച്ച കിട്ടുന്ന പരിപാടിയല്ലത്, ഉപവസനം കിട്ടുന്ന പരിപാടിയല്ലതൊക്കെ. അടക്കി, അങ്ങനെയുള്ളവർക്ക് ആവശ്യമുള്ളത്. വാക്കൊക്കെ മനസ്സിലായി കാണുവാന്ന് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷേ ഓർഡറാക്കി എടുത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്തുവാകട്ടെ? അപ്പൊ അതുകൊണ്ട് ആദവനോട് പറഞ്ഞതല്ല നോഹയോട് പറഞ്ഞത്. ആണോ? ക്ലിയറല്ലേ? അതുകൊണ്ടാണ് ഞാൻ നോക്കിയ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിന് 22-ാമത്തെ വാക്യം, ഓർമ്മ ശരിയാണെങ്കിൽ 22-ാമത്തെ വാക്യല്ലേ? നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം വന്ന് ഇതിനകത്തില്ല, വാക്കിയില്ല. അതെന്താ ഒന്ന് വാക്യമോ? 22-ാമത്തെ വാക്യം. ജലപ്രളയം വന്ന് അരാരത്ത് പർവ്വതത്തിന്റെ പിന്നെയും എത്ര 150 അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി ലോകത്തിലെ സകലം നഷ്ടപ്പെട്ടു പോയി, പർവ്വതം ഒക്കെ നഷ്ടപ്പെട്ടു പോയ ശേഷം അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച മനോഹരമായ വാക്യം വായിക്കാൻ പോകുന്നത്. വായിച്ചോ? മതി. എത്ര നോക്കിയോ? 21 വായിച്ചേ. 21 വായിച്ചേ. പട്ടിയും പൂച്ചയും കോഴിയും നാളൊക്കെ മരിച്ചു ചത്തുപോയി. അവർ തന്നെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക, മനുഷ്യനും ചത്തുപോയെന്ന്. നമ്മൾ മരിച്ചു പോകുകയാ, ഒരു യാത്രക്ക് വേണ്ടി വരികയാ, മൃഗത്തെ പോലെ ചത്തുപോയെന്ന്. എന്ന് പറഞ്ഞാൽ വിവേകമില്ല. അതുകൊണ്ട് സങ്കീർത്തനം 49-20 വാക്യം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായ നശിച്ചു പോകുന്ന. ആ വിവേകം നഷ്ടപ്പെട്ടു പോയി. ഇത് ഞാൻ ജാതിയെ കുറിച്ചല്ല, സഭയെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് എന്നെ വിളിച്ചത്? എന്തിനാണ് കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്? എന്നെ എന്തിനാണ് പരിശുദ്ധാത്മാവിന്റെ അകത്ത് നൽകിയിരിക്കുന്നത്? എന്നെ എന്തിനാ സഭയിലാക്കി വെച്ചിരിക്കുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ അന്വേഷിക്കേണ്ടത്? എന്താ പ്രാർത്ഥിക്കേണ്ടത്? അതറിയുന്നില്ലെങ്കിൽ വിവേകമില്ല നമുക്ക്. മനസ്സിലായില്ലയോ? അപ്പൊ എന്തുവാകട്ടെ? അപ്പൊ ഈ കാര്യം മറന്നു പോകരുത് നിങ്ങൾ. ദൈവം 5 കാര്യങ്ങൾ പറഞ്ഞു. ഇത് 5-ൽ നിന്ന് മനുഷ്യ വേർപെട്ടു പോയത് കൊണ്ട് നമുക്കറിയാൻ കഴിയും പിന്നീട് നമ്മൾ ആദമിന്റെ സ്വരൂപ സാദൃശ്യമാണ്. അതുകൊണ്ട് 1 പറഞ്ഞാൽ 2 പറയാൻ നമുക്ക് ഒരു സ്കൂളിൽ പഠിക്കണ്ടല്ലേ? കുട്ടികളെ പാപം ചെയ്യാൻ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ? എടാ മക്കളെ, നീ അവിടെ പോയി അടിച്ച് മോഷ്ടിക്കണമെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ അവരെങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ആദമിന്റെ സ്വരൂപമാണ്, സ്വരൂപവും സാദൃശ്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂളിലും പോകേണ്ട അതിനെ. അതുപോലെ തന്നെ ആകണം എന്റെ അകത്തെ മനുഷ്യന്റെ പ്രകടനവും. ആരും പഠിപ്പിക്കാതെ തന്നെ എന്റെ അകത്തുനിന്ന് പ്രവർത്തികൾ വെളിപ്പെട്ടു വരണം, നന്മയുടെ പ്രവർത്തികൾ, അല്ലേ? മനസ്സിലായി കാണില്ല, അതൊന്നും നമുക്ക് പിടിക്കത്തില്ലല്ലേ? അതൊന്നും ആകട്ടെ. ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ ആകട്ടെ അല്ലെങ്കിൽ ഏതൊരു രാജ്യമാവട്ടെ, ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു കുറെ ഓർഡറുകൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. എന്തൊക്കെയാ? പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, അല്ലെ? പ്രൈം മിനിസ്റ്റർ ഉണ്ട്, താഴെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അതിന് ശേഷം ഒരുപാട് ആൾക്കാരുണ്ട്, പിന്നെ ഒരുപാട് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാർ, ജസ്റ്റിസുമാർ, ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് അവസാനം വന്ന് കൗൺസിലർമാർ, അല്ലെ? ലോക്കൽ കൗൺസിലർമാർ വരെ വന്ന് അവസാനിക്കും,
അല്ലെ അങ്ങനെയല്ലേ അല്ലേ? അങ്ങ് പ്രസിഡന്റ് മുതൽ ഓരോ ഓർഡർ താഴെ വന്നല്ലേ, IG DYFI എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് വന്നല്ലേ, പിന്നെന്താ പറയാ ASI SI, പിന്നെ ഏറ്റവും കോൺസ്റ്റബിൾ എന്നൊക്കെ പറഞ്ഞ് വന്ന് ഏറ്റവും ലോവിൽ വന്ന് അവസാനിക്കും. ഇതുപോലത്തെ ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യക്കകത്ത് കൊടുത്തിരിക്കുന്നത് അല്ലെ. പ്രസിഡന്റ് ആരംഭിച്ച് വൈസ് പ്രസിഡന്റിന് ശേഷം പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നു, പിന്നെയാണ് ഓരോ താഴേക്ക് ഓരോ ചെറിയ. അതുപോലെ തന്നെ ഈ ഓർഡറുകളൊക്കെ നമ്മുടെ ദൈവരാജ്യത്തിനകത്തുമുണ്ട്. കേരളം ഇതേപോലെ നിയമനങ്ങളും ഇതേപോലെ ഭരണ സംവിധാനങ്ങളൊക്കെ എവിടെയുണ്ട്? ഈ ഗവൺമെന്റിനകത്തുണ്ട്. ഏത് ഗവൺമെന്റാ? ദൈവരാജ്യം എന്ന് പറയുന്ന ഗവൺമെന്റിനുള്ളിൽ. നമ്മൾ തുടങ്ങിയിട്ട് ജസ്റ്റ് ഇത് പറഞ്ഞു തുടങ്ങി മാത്രമേ ഉള്ളൂ നമ്മൾ. അപ്പൊ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഒരു പ്രസിഡന്റ്, പുള്ളിയാളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഒരു പ്രസിഡന്റ് ഉണ്ട്. പുള്ളി സിംഹാസനത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുക, അതിന് താഴെ പ്രധാനമന്ത്രി അല്ലേ, ആൾക്കാരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവിടെ അവർക്ക് നിയമങ്ങളുണ്ട് അല്ലേ. ഡോക്ടർ BR അംബേദ്കർ എഴുതിയ നിയമ പുസ്തകമുണ്ട്. നമുക്ക് കോടതികളുണ്ട്. തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. PU സെൻട്രൽ ജയിലിലൊക്കെ ആൾക്കാർ വെറുതെ കിടക്കുകയാണോ? ടൂറിസ്റ്റുകൾ കിടക്കുകയാണോ? അല്ല, തെറ്റ് ചെയ്താൽ അവിടെ ശിക്ഷയുണ്ട് അല്ലെ. അതിന് ഓരോ ചെറിയ ചെറിയ നിയമനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാടൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതേപോലെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊരു കണ്ണിലൂടെ ദൈവരാജ്യം കാണണം. അതിനകത്ത് ജനാധിപത്യമല്ല, അത് ഏകാധിപത്യം തന്നെയാണ്. നമ്മുടെ കർത്താവ് തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും മിണ്ടില്ല നിങ്ങള്. ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ് രാജഭരണം എന്ന് പറഞ്ഞ ക്ലാസ്. രാജഭരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ജനാധിപത്യം കണ്ണും കേട്ടു അല്ലേ ഒന്ന് പറഞ്ഞാൽ മറ്റു രണ്ടെണ്ണം പറഞ്ഞിരിക്കുക. അതാണ് ഇന്ത്യൻ നിയമം, ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് എല്ലാവരും വിമർശനങ്ങളും ഒക്കെ നമുക്കുള്ളത്. ഒന്ന് പറഞ്ഞാൽ രണ്ട് തിരിച്ചു പറയണം എന്നൊക്കെ പറയുന്ന പരിപാടി, അത് ജനാധിപത്യത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ രാജഭരണമുണ്ട്. ഒരു രാജാവ് ഭൂമിയെ വാഴാൻ വരുന്നത് ഒരു സന്തോഷമൊന്നും ഞാൻ വേണ്ട വിട്ടേ ഒരു രാജാവ് ഭൂമിയെ ഭരിക്കാൻ വരികയാണ്. അപ്പൊ ഒരു രാജാവുണ്ട്. ഒരു രാജ്യത്തിനകത്ത് എന്തുണ്ട്? ഒരു സിംഹാസനമുണ്ട്, ഒരു രാജാവുണ്ട്. രാജാവിന്റെ നിയമങ്ങളുണ്ട്, നിയമനങ്ങളുമുണ്ട് അല്ലേ. ഓരോരോ നിയമനങ്ങളുണ്ട് എവിടെ. അതിൽപ്പെട്ട നമ്മളെല്ലാവരും ചിലരൊക്കെ അപ്പോസ്തലന്മാർ നിയമിക്കുന്നു, ചിലരെ പ്രവാചകന്മാരെ നിയമിക്കുന്നു. അത് സഭക്കകത്ത് ആത്മമണ്ഡലങ്ങളിൽ ഒട്ടനവധിയുണ്ട്. പിശാചുക്കളെ പോലും, സാത്താന്റെ പിശാചുക്ക സന്തതികളെ, ശിഷ്യന്മാരെ പോലും അല്ലെ, സാത്താന്റെ ശിങ്കിടികളെ പോലും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് വിട്ടുപോകുന്നു. അപ്പൊ രാജാവുണ്ട് ഒരു രാജ്യത്തിനകത്ത്. ഇപ്പൊ നമ്മുടെ ദൈവരാജ്യത്തിനകത്ത് അവിടെ ജനാധിപത്യം കേട്ടോ. ദൈവരാജ്യത്തിനകത്ത് ജനാധിപത്യമല്ല, അവിടെ എന്താ ഉള്ളത്? രാജഭരണമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ ഈ സഭക്കകത്ത് കമ്മിറ്റിക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കമ്മിറ്റിക്കാരും അല്ലെ എല്ലാം പല അഭിപ്രായങ്ങളൊക്കെ വരുന്നത്. ഇതാണ് കമ്മിറ്റി. നമുക്കെല്ലാം പൈപ്പിച്ച് അറിയാം, എല്ലാ കമ്മിറ്റികളും അവർ തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ വേദപുസ്തകമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? കമ്മിറ്റിക്കാരും എന്താ പറയുക വോട്ടെടുപ്പും ഒരു ബന്ധവുമില്ല. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒറ്റ ഒരു രാജാവിന്റെ ഭരണമാണത്. ഗ്രഹിച്ചില്ല നിങ്ങൾ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ദൈവരാജ്യം എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് ഒരു രാജാവിന്റെ ഭരണമാണ്. ഇത്രയും ഗ്രഹിച്ചോ? ഒരു പാസ്റ്ററുടെ ഭരണമല്ല, ഒരു കമ്മിറ്റിക്കാരുടെ ഭരണമല്ല. ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ജനാധിപത്യമല്ല. ഇന്ന് ജനാധിപത്യം നമ്മുടെ തലേ കയറിപ്പോയത് കൊണ്ടാ സഭക്കകത്ത് കയറിപ്പോയത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് ആത്മനിറവിലുള്ള സഭകളെ കാണാൻ പോലുമില്ലെന്ന് പറഞ്ഞ ക്ലീൻ ആണോ? ഇവിടുത്തെ വിഷയം അറിയാമോ? ഒരു രാജാവേ ഉള്ളൂ കിങ്ഡത്തിനകത്ത്. ഹല്ലേലൂയ. അവന്റെ ആത്മാവ്, അവൻ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടത്, അവന്റെ ഇഷ്ടമാണ് നിവർത്തിക്കേണ്ടത്. അത് സഭക്കകത്താകട്ടെ അല്ലേ, സഭയുടെ ഇഷ്ടം, സഭയുടെ പ്രവർത്തനത്തിലാവട്ടെ, എന്താണെങ്കിലും ഒരു രാജാവിന് ഇഷ്ടം മാത്രം നടക്കേണ്ട സ്ഥലമാണ്. ഗ്രഹിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഓക്കെ, തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. നമുക്ക് സത്യങ്ങൾ വിളിച്ചു പറയാ നിങ്ങളോട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു രാജാവുണ്ട്. ഏതിനാ? ഗവൺമെന്റിനകത്ത് അല്ലെ, ദൈവരാജ്യത്തിനകത്ത്. രാജഭരണമാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇവിടെ എന്റെ കർത്താവ്, ഞാൻ എന്റെ അഭിപ്രായം കൂടി പറയട്ടെ. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറയുന്നു. പൗലോസ് കുറെ കർത്താവ് പറയുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങളോട് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സ്ത്രീയെ തൊടാതിരിക്കുന്നതാണ്. എന്നെ കൊണ്ട് വയ്യത്. ഈ കല്യാണം വരുമ്പോഴേക്ക് പെണ്ണും ചെക്കനൊക്കെ വരുമ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം കൗൺസിൽ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യം, ഫാമിലി സെമിനാർ എടുക്കുമ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് കല്യാണം കഴിക്കാതിരിക്കുന്നത് നല്ലത്. നമുക്ക് കഴിച്ചതിന് വശം
അവർക്ക് കഴിക്കാത്ത അല്ലേ, അവർ ബുദ്ധിമുട്ട് കാര്യങ്ങൾ കഷ്ടം. ഞാൻ എപ്പോഴും പറഞ്ഞു കഴിക്കാതിരിക്കുന്നതല്ലെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം പൗലോസ് പറഞ്ഞു എന്നെ പോലെ, കാരണം അത് അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ അല്ലേ. എന്തുമാകട്ടെ സത്യങ്ങൾ ഒരുപാടുണ്ട്, മർമ്മങ്ങൾ വേറെ ഉണ്ട്, വിട്ടുപോകുന്നു. എന്തുമാകട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എവിടെ പറഞ്ഞു വെച്ചതാണ്. രാജഭരണം ഈ സംവിധാനങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഈ രാജാവിനകത്തിലെ സിംഹാസനമുണ്ട്, നിയമനങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, കോടതികളുണ്ട് അല്ലെ, ശിക്ഷകളുണ്ട്, തടവറകളുമുണ്ട്. ഇത് അനേക വിശ്വാസികളും ബന്ധിക്കപ്പെട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും പുതിയ നിയമസഭയ്ക്ക് ശാപമില്ല. കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നതാണ്. അതുകൊണ്ട് ശാപം മുറിക്കുന്ന പരിപാടി നമ്മുടെ സഭയുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ അപ്പൊ തന്നെ ഞാൻ അതേ നാവുകൊണ്ട് പറയും, അനേക വിശ്വാസികൾ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ? നമുക്ക് ശാപം മുറിക്കലോ, ശാപം ഉണ്ടെങ്കിലേ മുറിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മുറിച്ചാൽ മുറിക്കുന്ന ശാപമല്ല. അപ്പോ ശാപമില്ല എന്നൊക്കെ ഞാൻ പറയും, ബൈബിളിലെ വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുന്ന ശാപമില്ല എന്നൊക്കെ പറയും. പക്ഷേ കുറെ കഴിയുമ്പോൾ നമുക്ക് അനേക വിശ്വാസികൾ ശപിക്കപ്പെട്ടിരിക്കുക, ദൈവത്താൽ ബന്ധിക്കപ്പെട്ട പിശാചിന്റെ ആത്മാക്കളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുക. കാരണം ഇതുപോലെ ശിക്ഷകളും തടവറകളൊക്കെ അവിടെയുണ്ട്. എവിടെയാ? സ്പിരിച്വൽ മണ്ഡലങ്ങളിൽ. ഞാൻ പറഞ്ഞ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? പണ്ടത്തെ പോലെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സഭയിൽ വിശ്വാസികളുമായി കൂട്ടായ്മ കൂടാൻ കഴിയുന്നില്ല. ഇത് പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓർത്താൽ മതി. എവിടെയോ നമ്മൾ ബന്ധിക്കപ്പെട്ടു. ഇനി ആരെങ്കിലും വന്ന ഏതെങ്കിലും അഭിഷിക്തന്മാർ വന്നിട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞ പൊട്ടു ഇത് അല്ലേ, അവരങ്ങനെ പറയണം, അവരങ്ങനെ ആ സ്റ്റൈൽ എടുത്തത് അല്ലേ. ശാപം മുറിക്കുന്നവരെ മുറിയോ? കെട്ടിയതാരാ? അങ്ങനെ സ്വർഗം, ഹെവൻലി കോർട്ട് എന്ന് പറയും. 3 കോടതിയെ കുറിച്ച് അടുത്ത എന്താ പറയാ, നമ്മൾ ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിച്ച 3 കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, എന്ത് കോടതി, ജില്ലാ കോടതി, 3 കോടതിയെ കുറിച്ച് പഠിച്ചതാ. ദൈവമാണ് നമ്മളൊക്കെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിട്ട് ബ്രേക്ക് പോലെ പൊട്ടുവരുന്നത് സഹോദരങ്ങളെ. വളരെ കയ്യിലെ പൈസ പോകത്തുള്ളൂ, കയ്യിൽ നമ്മുടെ അവസാനം ചില്ലിക്കാശ് കൊടുത്തു ഇരുവോളം ഒന്ന് പറഞ്ഞാൽ അന്ന് വേണ്ട വിട്ടേക്ക്. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഭരണ സംവിധാനം, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ എന്താ പറയുക, ഗവൺമെന്റിനകത്ത്, ദൈവരാജ്യത്തിനകത്ത് ഉണ്ട്. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് അറിയണം. കുറെ കാര്യങ്ങൾ പലയിടത്തും എടുത്താണ്, എങ്കിൽ പോലും ഞാനിത് വിട്ടുപോകുകയും. പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ, നമുക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പുറത്ത് ഇപ്പൊ ഇടയ്ക്ക് ഞങ്ങളോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഹിന്ദു ബാധ്യത വന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ദൈവം കർത്താവ് വാരിക്കോരി തരുന്നത്. തെറ്റായ വാക്യമാണ്, തെറ്റായ കാര്യമാണ്. ഹിന്ദുക്കളിൽ നിന്ന് വന്നുകൊണ്ട് കർത്താവിന് പുതിയ സ്നേഹവും അങ്ങനത്തെ പ്രേമമൊന്നും ഞങ്ങളോട് അധികമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ അടിയെ കിട്ടുന്നത്. ഒരുപാട് അടി കൊണ്ടാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെയാ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ദൈവം എല്ലാവർക്കും ഒരുവനേ ഉള്ളൂ, എല്ലാവർക്കും ദൈവം ഒരേപോലെ കൊടുക്കും. പക്ഷെ വിഷയം എന്താണെന്നറിയാമോ? ആര് ഒരുവൻ അതിനകത്ത് നിൽക്കുന്നുവോ അവർക്കേ അനുഗ്രഹമുള്ളൂ. ഇനി ഞാൻ പറയാം, കർത്താവിന് അനുഗ്രഹം വേണമെങ്കിൽ വേണോ? വേണ്ട, ഇപ്പൊ ഒന്നും വേണമെന്നായ ഇത്ര നേരം ആത്മീയന്മാരായ അനുഗ്രഹം വേണോ നമുക്ക്? അനുഗ്രഹം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അനുഗ്രഹം എന്ന വാക്ക് ശരിയല്ല, നന്മകൾ ഞാൻ പറയുന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വർഗീയ ആത്മീയ അനുഗ്രഹം നഷ്ടമാവും. എങ്കിൽ പോലും പറയാ, പഠിക്കാൻ വേണ്ടി പറയാ, അനുഗ്രഹം വേണോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, അവന്റെ എവിടെ ജനിച്ചോ അവിടെ ജീവിക്കാൻ പഠിക്കണം. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ? ഗ്രഹിച്ച നിങ്ങൾ അവിടെയുണ്ട്. ആ ഭരണത്തിന് കീഴിൽ നമ്മൾ നിന്ന് നോക്കിയേ, എവിടെ ജനിച്ചോ അവിടെ നിങ്ങൾ വളർന്നു നോക്കിയേ, ഇതെല്ലാം നിങ്ങളുടെ പുറകെ വരും. ഈ 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം 3-4-5 വാക്യം പറയുമ്പോൾ ജീവനും ഭക്തിക്കും ആവശ്യമായെല്ലാം നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയാ തന്നിരിക്കും. അവിടുത്തെ വാക്യം പാസ്റ്റ് ടെൻസാ. അവിടുത്തെ വാക്യം ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തന്നിരിക്കുന്നു. 2 പത്രോസ് 1-3-4 വാക്യങ്ങളെ ഞാൻ പറയുന്നത്. തൊട്ടുമോളി കുറെ കാര്യം പറയുന്നുണ്ട്, വേറെ കാര്യം അത് വിട്ടേക്ക്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓർത്താ മതി സഹോദരങ്ങളെ, ആ ദൈവത്തിന്റെ മിസ്റ്റേക്ക് അല്ലത്, ഹിന്ദുവായി വന്നതുകൊണ്ടല്ല. നമ്മൾ ജീവിക്കേണ്ടടുത്ത് ജീവിക്കാൻ പഠിക്കണം. പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട്? ഈ ഭരണ സംവിധാനത്തിൽ ഈ രാജാവ് ഭരിക്കുന്ന, രാജസിംഹാസനം കെട്ടി ഭരിക്കുന്ന ആ രാജാവിന് കീഴെ നിന്നു കൊടുക്കാൻ കഴിയുന്നവന് ഈ വാക്തത്വങ്ങളും അവകാശങ്ങളൊക്കെ നിങ്ങളുടെ ആയുഷ്കാലം നിങ്ങളുടെ പുറകെ വരും. ഗ്രഹിച്ചോ ഇല്ലയോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ആർക്കും അതെന്തോ ഗ്രഹിക്കാത്ത പോലെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു പോകുന്നത് എന്താണ്? ഇത് ജനാധിപത്യമല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യമല്ല. എന്റെയും കൂടി അഭിപ്രായം അല്ലേ, ഞാൻ അഭിപ്രായം പറഞ്ഞു വെക്കുന്ന പരിപാടി ഇവിടെ അകത്തില്ല. ഇവിടെ അത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യം അല്ലേ. പൊതുവെ ലോകത്തെ എല്ലാ സഭകൾക്കും അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല യഥാർത്ഥമായ സഭയും ദൈവരാജ്യം എന്ന് പറയുന്നത്. അവിടുന്ന് കൽപ്പിക്കുന്നു, നമ്മൾ അനുസരിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കുന്നുവെങ്കിൽ ഒരേ സ്വരം കേൾക്കും എല്ലാവരും.
ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഭിന്നഭിപ്രായങ്ങളില്ലത്. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ സഭ, ക്രിസ്തീയ കൂട്ടായ്മ എന്ന് പറയുന്നത്. ആണല്ലയോ? യെസ്. ആ ഭരണത്തിന് കീഴിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് ആ കീഴിൽ നിൽക്കുന്ന ഏത് വ്യക്തികൾക്കും ദൈവത്തിന്റെ എല്ലാ സംരക്ഷണവും ഉണ്ടാകും, എല്ലാ അവകാശങ്ങളും എല്ലാ നന്മകളും നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവനും ഉണ്ട്. ഇതിൽ വിട്ടു പോകുമ്പോഴാണ് ഈ രണ്ട് കാര്യം, ഒന്ന് ആ ഹെവൻലി ഫാമിലിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴും, രണ്ട് അവന്റെ ഭരണത്തിന് കീഴിൽ നിന്ന് വിട്ടുപോകുമ്പോഴും. നിങ്ങൾ പണ്ട് പഠിച്ചതൊക്കെ ഓർത്താ മതി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൂക്കോസ് 19-ാം അധ്യായത്തിലല്ലേ ഒരു ആയുധം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൂരയാത്ര പോയ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലെന്ന് പറഞ്ഞ 70% വിശ്വാസികൾ അല്ലേ എന്ന് പറഞ്ഞാൽ, നീ ഞങ്ങൾക്ക് രാജാവായി ഞങ്ങളെ നിയന്ത്രിക്കേണ്ട. അതാർത്ഥം. ഈ ഭരണത്തിന് കീഴിൽ അവർ മാറ്റപ്പെട്ടു പോവുകയാണ്. അവർക്ക് എവിടെയാ ഓഹരി? അവരുടെ ഓഹരിയാണ് അവകാശമൊക്കെ എവിടെയുള്ളത്? ഇല്ല, പഠിച്ചതാ. അവരെ കൊണ്ടുപോയി കൊന്നുകളയല്ല അങ്ങനെ പറയുന്നത്. അവരെ കൊണ്ടുപോയിട്ട് കൊന്നുകളയാനാ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നത്. കാരണം ഭരണത്തിന് കീഴിൽ നിൽക്കുന്നവർക്ക് അനുഗ്രഹമൊക്കെ ഉള്ളൂ. അതിന് ഒടുക്കത്തെ അനുഗ്രഹമായ ദൈവം ആ സ്വർഗത്തിൽ ചെല്ലുന്നതും ഹെവൻലി ഫാമിലി എത്തിപ്പെടുന്നത് അല്ലേ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് യഥാർത്ഥമായ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം രാജഭരണത്തിന് കീഴില ജനാധിപത്യമല്ലെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിക്കണം. ഏത് രാജാവ് മാത്രമേ നമുക്കുള്ളൂ, ഒരുപാട് രാജാക്കന്മാരും ഇല്ല. അത് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. നമുക്ക് എത്ര രാജാക്കന്മാരുണ്ട്? ഒരേ ഒരു രാജാവേ ഉള്ളൂ. അവന്റെ ആത്മാവ് ഒരൊറ്റ ആത്മാവേ ഉള്ളൂ. സ്വരം ഒന്നായിരിക്കണം. ഓക്കെ, അതിനെക്കുറിച്ച് വേറെ ദിവസം പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പൊ എന്തുമാകട്ടെ, അപ്പൊ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ എവിടെ ദൈവം ഉണ്ടാക്കിയത്? പൊടിയിൽ നിന്നാണ്. എവിടെയാ ഉണ്ടാക്കി? പൊടിയിൽ നിന്ന് എവിടെ വെച്ച് മെനഞ്ഞത്? ദൈവം ഭൂമിയിൽ നിന്ന് പൊടിയെടുത്തു എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടമല്ല, ഭൂമിയിൽ, ഇതേ ഭൂമിയിൽ നിന്ന് ദൈവം പൊടിയെടുത്ത് അല്ലെ, ഫോസ്ഫറസ്, ഇലക്ട്രോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാ. 18 മൂലകങ്ങൾ അടങ്ങുന്ന ആ പൊട്ടാഷ്യം എന്നൊക്കെ പറയുന്ന പൊടികളെ പൊടിയിൽ നിന്നൊക്കെ എടുത്തിട്ട് ദൈവം മനുഷ്യൻ ഉണ്ടാക്കിയിട്ട് എവിടെയാ ജീവിക്കാൻ വെച്ചത്? ആക്കി ശ്രദ്ധിച്ചു. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ നമ്മുടെ ജീവിതം എവിടെയാണ് കറക്റ്റായിട്ട് എവിടെ ജീവിക്കേണ്ടത് മനസ്സിലാവും. ഓക്കെ, ഭൂമിയിലെ പൊടിയിൽ നിന്നാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയത്. എന്നാൽ ജീവിക്കാൻ എവിടെ വെച്ചത്? ഏദൻ തോട്ടത്തിൽ കിഴക്ക് ഒരു ഏദൻ ഉണ്ടാക്കി, അവിടെയാണ് മനുഷ്യന് ജീവിക്കാൻ, ആദ്യ മനുഷ്യനായ ആദത്തിനെ ഹവ്വയെ ജീവിക്കാൻ വെച്ചത് അവിടെയാണ്. അപ്പോ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഭൂമിയിലെ പൊടിയിൽ നിന്നാണെങ്കിലും അവൻ ജീവിക്കേണ്ടത് എവിടെയാ? ഏദനിലായിരിക്കണം. ഏദനിൽ ജീവിക്കുമ്പോഴാണ് അവിടെ എല്ലാ നന്മകളും ഉള്ളത്. അങ്ങനെയല്ലേ? എന്നാലും ജോലിയുണ്ട്, കാക്കണം അല്ലെ, വേടെടുപ്പാനും കാപ്പാനും ഞാൻ അതിനെ ആക്കുന്നുള്ളൂ. ഒരുപാട് അർത്ഥങ്ങൾ വേറെ ഉണ്ട്, അതനുസരിച്ച് എപ്പോഴും പഠിക്കാം നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഭൂമിയിലെ പൊടി കൊണ്ട് നമ്മളെ ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ നമ്മളെ വെച്ച സ്ഥലമാണ് ഏദൻ തോട്ടം. ആ ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യരുടെ കൂടെ വസിക്കുന്ന സ്ഥലമാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? നമുക്ക് ഏതെങ്കിലും ബന്ധനോ കെട്ടോ പൂട്ടുണ്ടാകോ? ഒന്നുമില്ല. സാക്ഷാൽ ദൈവത്തിലെ കുടുംബമാണത്. ദൈവം ഭരിക്കുന്ന സ്ഥലമാണത്. ദിവസവും ഇറങ്ങി വരികയാണ് മനുഷ്യരുടെ കൂടെ വാസം ചെയ്യാൻ വേണ്ടി. ആ സ്ഥലത്തു നിന്നാണ് മനുഷ്യൻ പാപം ചെയ്ത് പുറത്തു പോയത്. ഒന്ന് ആലോചിച്ച്, നിങ്ങൾ വല്ലപ്പോഴെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം, കർത്താവേ, ആ ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ആ യഹോവയുടെ കൂടെ നമുക്ക് എത്ര സുന്ദരമായി ജീവിക്കാമായിരുന്നു. എന്തുവാ? അപ്പൊ അതുകൊണ്ട് ഭൂമിയിലെ പൊടിയെടുത്ത് മനുഷ്യനെ ജീവിക്കാൻ വെച്ചത് ഏദൻ തോട്ടമാ. ഏദൻ തോട്ടം എന്നത് ദൈവരാജ്യത്തിന്റെ നിഴലായിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് വേഗത്തിൽ കടന്നു വരാം. എന്താണ് നമ്മുടെ വിഷയം? ദൈവരാജ്യം എന്നല്ലേ? എന്താണ് ദൈവരാജ്യം? ഇവിടെ പറഞ്ഞു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിലെ പൊടിയിൽ നിന്നാണ്, എന്നാൽ ജീവിക്കാൻ വെച്ചത് ഏദൻ തോട്ടത്തിലാണ്. മനസ്സിലായോ? എന്നിട്ടാ പറഞ്ഞത്, നീ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ ഏദൻ തോട്ടം വളർന്നു മുഴുവനും, ഇത് വേറെ ക്ലാസ് ആണെന്നാലും ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക, ഏദൻ തോട്ടം വളർന്ന് പറ ഭൂമി മുഴുവനും ഏദൻ തോട്ടമാകണം. ആ വാക്യം നിങ്ങൾക്ക് വെളിപ്പാടായോ? നിങ്ങൾക്ക് ഇതേ മർമ്മമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ. ചെറിയ ദൈവരാജ്യം വന്നിട്ടുണ്ട്, ദൈവജീവൻ വന്നിട്ടുണ്ട്. അത് മുഴുവനും വ്യാപരിക്കണം എന്റെ നിങ്ങളുടെ ഉള്ളിൽ. ഞാൻ ഈ പറഞ്ഞു വിടുന്ന ഒരു ചെറിയ വാക്കിൽ പറഞ്ഞു വിടുകയാണ്. അകത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്.
ഈ ഏദൻ തോട്ടം കിഴക്കൊരു ചെറിയ ഏദൻ ഉണ്ടാക്കി. ആ ഏദൻ തോട്ടം പെറ്റ് പെരുകി നിറഞ്ഞ് അടക്കി വാണുകൊണ്ട് അത് ഭൂമി മുഴുവനും വളരണമായിരുന്നു. ഇതായിരുന്നു ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും. ശരിക്കും ഗ്രഹിച്ചോ നിങ്ങൾ? ഭൂമിയിലല്ല, ഭൂമിയിൽ നിന്ന് സൃഷ്ടിപ്പ് മാത്രമേ ഭൂമിയിലുള്ളൂ. പക്ഷേ ജീവിക്കാൻ വെച്ചത്, വളരുവാൻ വെച്ചത് ഏദൻ തോട്ടമാണ്. ആ ഏദൻ തോട്ടം അവിടെ ദൈവം പറഞ്ഞു സന്താനപുഷ്ടരായി വെറ്റി വരിക നിറഞ്ഞൊക്കെ അടക്കി വാഴുവാന്ന് പറഞ്ഞത് അതിനകത്താണ്, അല്ല ഭൂമിക്കകത്തല്ല. നമ്മളെവിടെ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നത്? വെറ്റി വരികി അടക്കി സമ്പാദിച്ച് എന്താ പറയാ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ വാങ്ങി നമ്മൾ എവിടെയാ വളർന്നുകൊണ്ടിരിക്കുന്നത്? ഭൂമിക്കകത്താ. നമ്മളെ എവിടെയാ ജീവിക്കാൻ വെച്ചത്? ഏദൻ തോട്ടത്തിലാ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഫ്ലറിഷ്, അതാണ് വളർന്നു വരേണ്ടത്, അതാണ് പെറ്റി വരികി നിറഞ്ഞ് അടക്കി വാഴേണ്ട സ്ഥലം അതായിരുന്നു. പക്ഷേ മനുഷ്യൻ അതിൽ നിന്നെല്ലാം വിട്ടുപോയി. പിന്നീട് ഈ കാണുന്ന പൊടി കാണുന്ന എവിടെന്നാ ഉണ്ടാക്കിയത് അവിടെ വന്നിട്ട് അവിടെയാണ് വാക്കത്ത് നാടെന്ന് പറഞ്ഞ് അവിടെ പെറ്റി കിടക്കുകയാണ് നമ്മളല്ലേ. വാക്കത്ത് നാട്ടിൽ ഈ മണ്ണിൽ കിടക്കുക, അവിടെയാണ് നമ്മൾ കിടക്കുക. നാട്ടുഭാഷ പറയാറ് അങ്ങ് കിടക്കുക എന്നതുപോലെ അവിടെ കിടക്കുക നമ്മളെല്ലാവരും. എനിക്ക് പറഞ്ഞ മനസ്സിലായോ? ഈ മർമ്മം ഗ്രഹിച്ചോ നിങ്ങള്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച്. അതുകൊണ്ട് ഇതറിയാതെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ഉൽപ്പത്തി മുതലുള്ള ദൈവത്തിന്റെ മനസ്സാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ വെച്ച ആ ഏദൻ തോട്ടം നമ്മൾ അവിടെ ജീവിച്ചുകൊണ്ട് വളർന്ന് മുഴുവനും ഭൂമി മുഴുവൻ വ്യാപരിക്കണമായിരുന്നു. ഇത് തന്നെയാ ഇന്ന് എന്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടുത്തെ ക്ലാസ്സില്ല, വേറെ ക്ലാസ്സിൽ പഠിക്കും. മറ്റൊന്നുമല്ല, എന്റെ അകത്ത് ഒരു പുതിയ ആത്മാവ് വന്നു കഴിഞ്ഞു. അല്ലേ, ഒരു പുതിയ സൃഷ്ടിപ്പ് വന്നില്ലേ? ചെറു ദൈവാനുരൂപമായ ചെറിയ സൃഷ്ടിപ്പ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും എന്ന് പറഞ്ഞ ചെറിയൊരു സാധനം. ഈ പാപമംഗുലമായ വലിയ ഹൃദയത്തിനകത്ത് സകല കുതന്ത്രവും കാപട്യവും കപടമായിരിക്കുന്ന എന്റെ പടിയ ദേഹി അല്ലെ ഹൃദയത്തിനകത്തേക്ക് ഒരു ചെറിയൊരു ഏതെന്നൊട്ട് വന്നിട്ടുണ്ട്. ദൈവാനുരൂപമായ പുതുമനുഷ്യൻ. ഇനി അതെന്ത് ചെയ്യണം? എങ്ങനെ വളരണം? ബൂസ്റ്റ് കോമള ആണോ? പിന്നെ എങ്ങനെയാ? ആ സാധനം വളർന്ന് എന്റെ ഹൃദയം മുഴുവനും പിടിക്കണം. അല്ലാതെ എന്റെ ഹൃദയത്തെ കർത്താവ് ഞാൻ ഇന്നും ഒരു പാപം ചെയ്യത്തില്ല, എന്റെ ഹൃദയത്തിൽ ഇന്ന പാപമുണ്ട് ഞാൻ ചെയ്യത്തില്ല, ഇറുക്കി പിടിക്കുന്ന പരിപാടിയല്ല. എത്ര ഇറുക്കി പിടിച്ചാൽ നാളെ ദിവസം നമ്മൾ തുറന്നു വിട്ടാൽ മതി. നാം അതിന്റെ പുറകെ പോകും. എത്ര ഇനി ഇറുക്കി പിടിച്ചാലും നമുക്ക് കണ്ണൊക്കെ ഇറുക്കി പിടിച്ചു പോയ ഒരു ദിവസം കണ്ണ് തുറന്നാൽ അതിന്റെ പുറകെ പോകും, നമ്മൾ പോയി കളയും. പണ്ട് മോളിൽ നിന്ന് പുള്ളിക്കാരൻ നല്ല ഭയങ്കര തപസ് പൂത്ത് പുള്ളി പുറ്റായി പോയി, ചതൽ പുറ്റായി പോയി. അവസാനം സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രൻ ശങ്കരനൊക്കെയുമായിരുന്നു. പഴയ ഇന്ദ്രന്മാരൊക്കെ പേടിക്കും, ഇന്ദ്രന്റെ ശിങ്കിടികൾ പേടിക്കാൻ പറയും ദേവന്മാരൊക്കെ. അയ്യോ, ഈ പുള്ളിക്കാരൻ പ്രസാദിപ്പിച്ച് ശിവനെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞ് അവസാനം ശിവൻ വന്ന് പ്രത്യക്ഷനായി വരം ചോദിച്ചാ പിന്നെ ഞങ്ങളുടെ ഈ സ്വർഗത്തിലെ സ്ഥാനമൊക്കെ ഞങ്ങൾക്ക് പോയി. ഈ പുള്ളിക്കാരൻ സ്വർഗത്തിൽ കയറിയെന്ന് പേടിച്ചിട്ട് ഇന്ദ്രനും കൂട്ടാളികളും പോയിട്ട് ശിവന്റെ അടുത്ത് പറഞ്ഞു, ഈ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി പറഞ്ഞു ആ പുള്ളിക്കാരൻ ശരിയാവില്ല അല്ലേ, അത് പുള്ളി ഒരു മനുഷ്യനാ, പുള്ളി എങ്ങാനും വരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഞങ്ങളെ ഇരുത്തും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരോട് പരാതി അല്ലെ കരച്ചിലും വീഴ്ചയായി പരാതി പറഞ്ഞപ്പോൾ ഒരു പണി സ്വർഗത്തിനൊരു പുള്ളിക്കാരത്തിനെ അങ്ങോട്ട് താഴേക്ക് ഇറക്കി വിട്ടു അല്ലേ. ആരാ? നമ്മുടെ ഒരു ഐശ്വര്യമായി ഞങ്ങൾ ഇറക്കി വിട്ടു ഭൂമിയിലേക്ക്. താഴെ വന്നും എത്രയോ മാസങ്ങളായി വർഷങ്ങളായി കാണും, എനിക്കറിയാം ചിതൽപുട്ട് കയറി പിടിച്ചിരിക്കുക, മൊത്തം ചിതൽപുട്ടായിട്ടിരിക്കുക. അപ്പൊ എത്രയോ വർഷങ്ങളായി കാണുമല്ലേ. നല്ല കഠിന തപസ്, ഘോര തപസ്സാണ്. വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, KFC വേണ്ട, ഒന്നും വേണ്ട. കൊടിയ എന്താ പറയാ തപസ. അവസാനം വന്ന് ആ പുള്ളിക്കാരത്ത് ആഴേക്ക് ഇറങ്ങി വന്നത് തോന്നുന്നു രണ്ട് ചിലങ്കിട്ട് രണ്ട് കാട്ടായം കഴിയപ്പോ ഈ പുള്ളിക്കാരൻ ചിതൽക്കെട്ടും പോയി, ആത്മീയതയും പോയി, വിശുദ്ധിയും പോയി, എല്ലാം ആ പുള്ളിക്കാരത്തെ പുറകെ അങ്ങോട്ട് പോയി അല്ലെ. വളരെ ചരിത്രമൊക്കെ വായിച്ചു കാണും നിങ്ങളൊക്കെ. ഇത്രയേ ഉള്ളൂ പഴയ മനുഷ്യൻ. അതിനപ്പുറത്തേക്ക് കൂട്ടിട്ട് കൂടത്തില്ലതേ, അന്ന് കൂടിയ കൂടൊന്നുമില്ലതൊക്കെ. അപ്പൊ അതുകൊണ്ട് പഴയമായിട്ടൊന്നും പണിയാൻ നിൽക്കണ്ട, പഴയത് കഴിഞ്ഞുപോയി കളഞ്ഞേക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അകത്ത് വന്ന പുതിയ ഹൃദയത്തിന്, നമ്മുടെ ആ ഹൃദയത്തിൽ ഒരു ദൈവാനുമായ പുതിയ ഹൃദയമുണ്ട്. അതിനെ അറിഞ്ഞ് അതിനങ്ങ് വളർത്തിയെടുത്താൽ മാത്രം മതി. അത് വളരുമ്പോഴും മറ്റു തള്ളിത്തള്ളി പൊക്കോളുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ ചെറുതൻ ഈ ദൈവം ഇതങ്ങ് വളർന്നു കഴിയുമ്പോഴല്ലോ ഭൂമിക്കകത്ത് ആ ഭൂമിയുടെ പഴയ എല്ലാ ജടിക സ്വഭാവമൊക്കെ പോയി ഇതങ്ങ് വളരും. പക്ഷെ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ മറ്റേതാ. ഇത് ചുരുക്കി ഇപ്പൊ രണ്ടും ചത്ത പോലെ ഇട്ടിരിക്കുക. ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? തിരിഞ്ഞുപോയി നമ്മുടെ ജീവിതമൊക്കെ, ജീവിത രീതിയൊക്കെ ഒരു ജീവിത രീതിയാണ് നമ്മുടെയൊക്കെ. ഇപ്പൊ ഞങ്ങൾക്ക് ഷുഗർ അടിച്ച്
ഷുഗർ അടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പുതിയൊരു ജീവിതം ആരംഭിക്കുക, പച്ചക്കറി മാത്രം കഴിക്കും. അപ്പൊ പുതിയൊരു ജീവിതത്തിന്റെ അതിന് വേറെ ഇംഗ്ലീഷ് വാക്ക് പറയുന്നത് ഏതൊരു ഒരു പറയുന്നത് ഒരു വേറെ ലൈഫ് സ്റ്റൈൽ എന്തോ രോഗം, ലൈഫ് സ്റ്റൈൽ രോഗം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ രോഗം ജീവിതം മാറ്റി അതേപോലെ തന്നെ ജീവിതം മാറ്റിയാൽ മതി. അതാ വിഷയം. നമ്മൾ കാഴ്ചയുള്ള ജീവിതം മാറ്റി അദൃശ്യമായ ലോകത്തിലുള്ള ജീവിതം, നമ്മൾ അതാ ദൈവരാജ്യം, അത് കണ്ടത് പ്രവർത്തിക്കാൻ നോക്കിയേ മാറും നമ്മുടെ ജീവിതത്തിൽ. ഉത്തരം മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ദൈവരാജ്യം അകത്തേക്ക് ഈ ഏദൻ തോട്ടം വളരണമായിരുന്നു, ഭൂമി മുഴുവനും നിറയണമായിരുന്നു. എങ്ങനെയാ? ദൈവത്തോട് കൂടെ. ഏദൻ തോട്ടത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ സ്വയം വരത്തില്ല. ഏദൻ തോട്ടത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ സ്വയത്തെ അങ്ങോട്ട് മാറ്റിവെക്കണം. മനസ്സിലായോ? മാറ്റിവെക്കാതെ ഒരു ദിവസം മാറ്റിവെക്കാതെ വന്നപ്പോലെ പുറത്താക്കിയത് ഇല്ലേ? അതാ വിഷയം. ആ ഏദൻ തോട്ടത്തിൽ ജീവിക്കണമെങ്കിൽ, ആ നന്മ, ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കണമെങ്കിൽ അവിടെ ഒരു രാജാവ് ഉണ്ടായിരിക്കണം. അവൻ നമ്മെ ഭരിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ക്ലിയറാണോ? ഇല്ലെങ്കിൽ ഒരിക്കലും അനുഗ്രഹിക്കപ്പെട്ടില്ല സഹോദരങ്ങളെ. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? അല്ലാതെ ഇത് അങ്ങനത്തെ പരിപാടി അല്ല. ഇത് ക്രിസ്ത്യ ജീവിതം, ആത്മീയജീവിതം വേറെ ലെവലാണ്. നമ്മൾ കാണുന്നതല്ലേ അല്ലെ? 10 ദശാംശം കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒന്നും അല്ല. ഇതൊക്കെ വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ബുദ്ധിനിമിത്തി പറഞ്ഞിരിക്കുന്ന കൊടുക്കാൻ ആരും കഴിയത്തുമില്ല. അത് വേറെ സാധനം, ഓഹരിയ. അതെന്താണെന്ന് ഞാൻ പറയും, പിന്നെ എടുത്തോളാം. പറഞ്ഞ് മനസ്സിലായോ? എന്താണ് ഇതാണ് പഴയ നിയമത്തിലെ ദൈവം വെച്ച ഒരു ഓർഡർ. ഭൂമിയിൽ നിന്ന് മനുഷ്യനുണ്ടാക്കിയിട്ട് ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു തോട്ടം കിഴക്ക് ഉണ്ടാക്കി അതിൽ മനുഷ്യനെ ജീവിക്കാൻ വെച്ചു. അവിടെ ദൈവം ഭരിക്കാൻ വന്നു. ആണല്ലോ? അവിടെയാണ് അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും അവകാശങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത്. എത്ര ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ദൈവരാജ്യം, എന്താണ് ഏദൻ തോട്ടം എന്ന് നമ്മൾ അറിയണം. ഏദൻ തോട്ടം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്ന സ്ഥലം. വാക്ക് ശരിയാണോ? സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്ന സ്ഥലം. മനസ്സിലായില്ലേ അല്ലേ? ഏദൻ തോട്ടം എന്താ? അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താ? അവിടെ സ്വർഗം ഒരുമിക്കുന്നു, ഭൂമിയും ഒരുമിക്കുന്നു. വേണമെങ്കിൽ രണ്ടു വാക്കി ഒരുമിച്ച് പറയാം. അവിടെ ദൈവഹിതവും മനുഷ്യഹിതവും ഒരുമിച്ച് വരികയാണ്. പക്ഷെ ഈ മനുഷ്യഹിതം ദൈവത്തിന്റെ ഹിതമായിരിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇത് വിട്ടുപോകരുതേ. ഇവിടെ ഒറ്റ രാജാവേ ഉള്ളൂ. ആ ദൈവം ഭൂമിയെ ഭരിക്കാൻ, അത് അങ്ങനെ പറയാം, ദൈവം ഭൂമിയെ, സ്വർഗം ഭൂമിയെ ഭരിക്കാൻ വരുന്നത്. അതാണ് യഥാർത്ഥമായി ദൈവരാജ്യം എന്ന് പറയുന്നത്. സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്ന സ്ഥലം. അതിനകത്ത് എന്തുണ്ട്? ഒറ്റ ജനാധിപത്യമല്ല, അതൊറ്റ രാജാവ് ഭരിക്കുന്ന സ്ഥലമാണ്. രാജഭരണം അല്ലേ? പണ്ടൊക്കെ എത്രയോ രാജാക്കന്മാർ ഭരിച്ചു പോയത് അവിടെ. ഇന്ന് രാജാക്കന്മാർ ഭരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ ദൈവം വെച്ചിരിക്കുക. എല്ലാവർക്കും ജനാധിപത്യമാണെങ്കിൽ നമുക്ക് രാജഭരണം പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇല്ല. പക്ഷെ ഇന്ന് രാജഭരണത്തെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം എത്രയോ ചെറിയ രാജാക്കന്മാരൊക്കെ കേരളത്തിൽ ഭരിച്ചതാ. ഇതൊക്കെ വെച്ചത് ദൈവം ഇവിടെ വെച്ചത് മനഃപൂർവ്വം വെച്ചതാണ്, നമുക്ക് പഠിക്കാൻ വേണ്ടിയാ. ഇല്ലെങ്കിൽ നമുക്ക് ജനാധിപത്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. നമ്മളും ദൈവരായ, നമ്മൾ സഭക്കകത്ത് നമുക്ക് ദൈവരായ ഞാനൊരു അഭിപ്രായം പറയാം, അവർ ഞാൻ ഒരെണ്ണം പറയാതൊക്കെ പറഞ്ഞ് നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്യും. നമുക്ക് രാജഭരണം എന്താണെന്ന് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് ജനാധിപത്യമല്ല, രാജഭരണം. രാജാവ് പറയട്ടെ, അവന്റെ ഹിതം നിറവേറട്ടെ നമ്മുടെ സഭക്കകത്ത്. അതായിരിക്കണം ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇതാണല്ലോ. ഓക്കെ എന്ന് നോക്കട്ടെ. അപ്പൊ ഇവിടെ കാര്യം സ്വർഗവും അവിടെ സ്പിരിച്വൽ വേൾഡും ഫിസിക്കൽ വേൾഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി അല്ലേ, ഫിസിക്കൽ വേൾഡ് തമ്മിൽ ഒരുമിച്ച് ചേർന്ന സ്ഥലമുണ്ട്. അതിന്റെ പേരാണ് ദൈവരാജ്യം. അവിടെയാണ് ആദമിനെയും ഹവ്വയെയും ജീവിക്കാൻ വെച്ചത് അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ക്ലിയറാണോ? വിട്ടുപോയിട്ടില്ലല്ലോ. അപ്പൊ സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ദൈവ ഇഷ്ടവും മനുഷ്യന്റെ ഹിതവും മനുഷ്യനെ കുറിച്ചുള്ള ഹിതം നല്ല വാക്ക് ഒരുമിക്കുന്ന സ്ഥലവും, അല്ലെങ്കിൽ സ്പിരിച്വൽ വേൾഡും ഫിസിക്കൽ വേൾഡും ഒരുമിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ഏദൻ തോട്ടം അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഭൂമിക്കകത്ത് ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ദൈവം എവിടെയാ ഇറങ്ങി വന്നത്? ഏദനിലാണ് ഇറങ്ങി വന്നത്. ദിവസം വൈകുന്നേരം ഇറങ്ങി വരുമായിരുന്നു ദൈവത്തിന് മനുഷ്യന്റെ അടുക്കലേക്ക് മക്കളെ കാണാൻ ഇറങ്ങി വരികയാ ദൈവം. അതാണ് യഥാർത്ഥമായ ദൈവരാജ്യം. അവിടെ സ്വർഗം ഇറങ്ങി വരികയാ ഭൂമിയിലേക്ക്. അവിടെ ഒരു ഇഷ്ടമേ ഉള്ളൂ. ദൈവം പറയുന്നത് ദൈവം ആദമിനോട് തന്റെ ഹിതം മുഴുവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്.
ഹവയോട് പറഞ്ഞിട്ടില്ല ദൈവം. ഒരിക്കലും ഹവയോട് യഹോവയായ ദൈവത്തിന് ഇഷ്ടം പറഞ്ഞിട്ടില്ല. ആദമിനോട് പറഞ്ഞു കൊടുത്തു, ആദം ഹവയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആദമിനറിയാം ദൈവത്തിന്റെ മനസ്സിനെ കുറിച്ചും ഹൃദയത്തെ കുറിച്ചും ആദം നല്ലവണ്ണം അറിയാം. ഹവ്വക്ക് അത്രമേൽ അറിയത്തില്ല. അതുകൊണ്ട് ആദം മനഃപൂർവ്വം പാപം ചെയ്യുന്ന അവിടെ എഴുതിയിരിക്കുന്നത്. സ്ത്രീ നിയമത്തിലേക്ക് വന്നപ്പോൾ സ്ത്രീയല്ല പാപം ചെയ്തത്. അതൊക്കെ പാപമാവം തന്നെ വേറെ കാര്യം. ഇപ്പോൾ പുരുഷ ആദമേ നീയാ പാപം ചെയ്തത്. കാരണം നിനക്ക് എന്റെ ഹൃദയം അറിയാം, ഞാൻ നിന്നെ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ പഴയ നിയമത്തിൽ ഇസ്ലാമൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ, മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ, മോശക്ക് ദൈവം തന്റെ മനസ്സ് വെളിപ്പെടുത്തി കൊടുത്തു അല്ലെ? ഇസ്ലാമൊക്കെ തന്റെ പ്രവർത്തികൾ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമുക്ക് ദൈവത്തിന്റെ മനസ്സാണ് വെളിപ്പെടുത്തി തരുന്നത്. എന്നാൽ എല്ലാ വിശ്വാസികൾക്കും മനസ്സ് കൊടുക്കത്തില്ല, വചനം വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. ആണോ ഇല്ലയോ? അതുകൊണ്ട് യേശു പറഞ്ഞില്ലേ, പന്നികളുടെ മുമ്പിൽ മുത്തുകളിട്ട് കൊടുക്കത്തില്ല, പുറങ്കലറ്റി കളയും. അപ്പൊ എല്ലാവർക്കും ഉള്ളതല്ല, ദൈവത്തിന് മനസ്സ് വെളിപ്പെടുത്തി കൊടുക്കും. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവരോ അതുപോലെ ആഗ്രഹിക്കുന്നവർ, ഗുപ്തനിധി എന്ന പോലെ തിരിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പൊ എന്തുമാകട്ടെ, ഇത് മറന്നു പോകരുത്. സ്വർഗവും ഭൂമിയും എവിടെയാ ഉൽപ്പത്തിയിൽ എവിടെയാ ഒന്നിച്ചത്? ഏദൻ തോട്ടത്തിൽ. അതേ ഏദൻ തോട്ടം വീണ്ടും മടങ്ങി വന്നു ഇന്നിവിടെ. എവിടെയാ? ദൈവരാജ്യത്തിനകത്ത്. അത് സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്നു. സ്പിരിച്വൽ വേൾഡും ഫിസിക്കൽ വേൾഡും ഒന്നിക്കുന്ന സ്ഥലമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത്. ക്ലിയറാണല്ലോ? രണ്ടിനെ കോമ്പിനേഷൻ ഇവിടെ ഇങ്ങനെ വാക്കിയായിരുന്നു. രണ്ടിനെ കോമ്പിനേഷൻ ആണ് ഏത്? മണ്ണിന്റെയും സ്വർഗത്തിന്റെയും, അങ്ങനെ പറയാം, മണ്ണിന്റെയും സ്വർഗത്തിന്റെയും കോമ്പിനേഷൻ ആണ് ഏത്? ദൈവരാജ്യം അല്ലെങ്കിൽ ഏദൻ തോട്ടം എന്ന് പറയുന്നത് അല്ലേ? ക്ലിയറാണോ? അല്പം ഗ്രഹിച്ചോ? വേറെ ദിവസങ്ങൾ എടുക്കും മനസ്സിലായിക്കോ, പതിയെ മനസ്സിലായിക്കോ, കുഴപ്പമില്ല. എന്നാലും പറയാ, ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതിയാവുന്നുണ്ടോ? ദൈവം പറയുന്നു നമ്മൾ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ദൈവം സ്പിരിച്വൽ വേൾഡിൽ പറയുന്നു അല്ലേ? നമ്മൾ കേട്ടിട്ട് ഈ കാണുന്ന ഫിസിക്കൽ വേൾഡിൽ, ഈ കാണുന്ന ഭൂമിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഓർഡർ വ്യത്യാസം മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ആ സ്പിരിച്വൽ വേൾഡിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കുന്നു. രണ്ടിന്റെയും കോമ്പിനേഷൻ അല്ലേ? സ്പിരിച്വൽ വേൾഡിന്റെയും ഫിസിക്കൽ വേൾഡിന്റെയും കോമ്പിനേഷൻ ദൈവരാജ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്നു അല്ലെ? അപ്പോൾ ആ ഒന്നിക്കുന്നിടത്ത് എന്ത് ലഭിക്കുന്നു? നമുക്ക് സ്വർഗീയ ദർശനം ലഭിക്കുന്നു, സ്വർഗത്തിലെ മർമ്മങ്ങൾ ഗ്രഹിക്കുന്നു അല്ലെ? സ്വരം കേൾക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മള് ഫിസിക്കൽ ഭൂമിയിലേക്ക് നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. നമ്മള് കർത്താവ് ഒരിക്കലും വാക്ക് പറഞ്ഞില്ലേ, രക്ഷിക്കപ്പെടുന്നവർ 6-ാം അധ്യായത്തിൽ എവിടെ വാക്ക് പറയുന്നത്? നിങ്ങൾ അകത്ത് വന്ന് മേച്ചിൽ കണ്ടെത്തും അല്ലെ? അകത്ത് പോയി മേച്ചിൽ കണ്ടെത്തും, പുറത്തു വന്ന് മേച്ചിൽ കണ്ടെത്തും. ഒരു വാക്ക് വായിച്ചിട്ടുണ്ട് നിങ്ങൾ 6-ാം അധ്യായത്തിൽ. എവിടെ 6-ാം അധ്യായത്തിൽ ആടുകളെ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോൾ അവർ മേച്ചിൽ അകത്ത് വരും, പുറത്തു പോകുന്നു പറയുന്നുണ്ട്. വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്കല്ലേ? 6-ാം അധ്യായം ഓർമ്മശി 6-ാം അധ്യായത്തിൽ 10:9 യോഹന്നാൻ 10:9 അല്ലേ? യോഹന്നാൻ 10:9 ഉണ്ടെങ്കിൽ വായിച്ചു. ആ വചനം വെളിപ്പാടായ പുറകെന്ന് വിളിച്ചു പറഞ്ഞത്. കുറെ നാളുകളായിട്ട് ആ വചനം രാജീവ് ബ്രദറിന്റെ ഹൃദയത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം അതൊരു മർമ്മമാണ് എന്ന് പറഞ്ഞാൽ, ആ നമ്മൾ അകത്ത് വരും, പുറത്തും വരും. നമ്മൾ പുറത്തു പോകും. അങ്ങനെയല്ലേ വെച്ചിരിക്കുന്നത്? പുറത്തു പോകുമ്പോൾ അകത്ത് നിന്ന് എന്ത് കിട്ടിയോ അതാ പുറത്തു കൊണ്ടുവരുന്നത്. ഈ മനസ്സിൽ തോന്നി വലിയ പ്രശ്നം ഇവിടെ. നമുക്ക് അവിടെ നിന്ന് കേട്ട കാര്യമല്ല ഇത്. അതല്ല, ആ സ്പിരിച്വൽ ആ ദൈവരായത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ഭൗതിക മണ്ഡലത്തിൽ വന്ന് നമ്മൾ വിളിച്ചു പറയുകയാണത്. അപ്പൊ ഞാൻ വിളിച്ചു പറയുകയാണത് അല്ലെ? എത്ര നല്ല വിവാസമാണെന്ന് കേട്ട് അല്ലെ? നമ്മൾ ദൈവരായത്തിൽ നിന്ന് പഠിച്ച് നമ്മൾ വർമ്മ ദൈവമായിട്ട് അല്ലെ സംസാരിച്ച് ഗ്രഹിച്ചിട്ട് നമ്മൾ ഫിസിക്കൽ വേൾഡിൽ വന്ന് വിളിച്ചു പറയുകയാണത്. അത് തന്നെ, അതാ സെയിം കാര്യമാ. അത് തന്നെ ആവണം ക്രിസ്തു ജീവിതം. എന്ത് പങ്കെടുത്ത? അപ്പൊ അതുകൊണ്ട് രണ്ടിന്റെയും കോമ്പിനേഷൻ ജീവിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് 2 പൗരത്വമുണ്ട് അല്ലേ? ഇവിടെ എനിക്കറിയാൻ പാടില്ല, എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് UK-ലും അവർക്ക് പൗരത്വം കിട്ടി. റെസിഡൻസ് പറഞ്ഞിട്ട് കാര്യം പറയില്ലേ? പെർമനന്റ് PRS പറയില്ലല്ലോ. അമേരിക്കയിൽ എനിക്ക് പെർമനന്റ് കിട്ടി, ഇവിടെ ഈ പൗരത്വം കിട്ടി, ഇവിടെയും അതാണോ ഞാൻ പറഞ്ഞത്? ഫിലിപ്പിലേതി പറയാ നമ്മുടെ പൗരത്വമോ
നമുക്ക് 2 പൗരത്വമുണ്ട്. ഇന്ത്യയിലും പൗരത്വമുണ്ട്, പിന്നെ എവിടെയാ? അതുകൊണ്ടാണ് ഞാൻ മേച്ചിൽ കണ്ടെത്തുവാൻ അവിടെ പോകും, അത് വിളിച്ചു പറയാൻ ഇവിടെ ഇറങ്ങി വരും. വല്ലപ്പോഴും മുകളിലേക്ക് പോകും അല്ലേ? ഹൃദയമൊക്കെ ഉയരട്ടെ, ഈ മനസ്സും ഹൃദയമൊക്കെ ഇവിടെ നിന്ന് മണ്ണിന്ന് പറഞ്ഞൊന്ന് ഉയരട്ടെ. കുറച്ച് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് നോക്കുമ്പോ അയ്യേ, ഞാൻ ഈ ചപ്പൻ ചവറിന് വേണ്ടിയാണ് ഇത്ര നാൾ ജീവിച്ചത്. ഇവിടെ ലുലുമാളാണ്, എന്ത് മാള അവിടുത്തെ മാളുണ്ടല്ലേ, ആ ഫോറം മാളിൽ പോയി അവൾ ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്കിത് വലിയായിട്ട് തോന്നുന്നു. നമ്മുടെ ഹൃദയം മുഴുവൻ ഇവിടെ കിടക്കുന്നത്. ഇന്നും ഹൃദയമൊക്കെ ഒന്ന് മുകളിലേക്ക് നോക്കിയിട്ട് മുകളിൽ പോയിട്ട് നമ്മൾ ഇതൊക്കെ നോക്കുമ്പോണ്ടല്ലോ ഇച്ചിരിയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഫോറം മാളും അല്ലെ ലുലുക്ക് ഇച്ചിരി ഉണ്ടാവുള്ളൂ, നമുക്കൊന്നും തോന്നത്തില്ല. ഈ നമ്മുടെ ഹൃദയം പറ്റി നിൽക്കുന്ന കൊണ്ടാണ്. ഈ വിലാപങ്ങളുടെ പുസ്തകം എന്റെ ഓർമ്മ ശരിയാണ്, 2-ാമത്തെ വാക്കുകളുണ്ട്, അവളുടെ ഹൃദയം മണ്ണിൽ പൂണ്ടുപോയി. ഇസാമക്കളെ കുറിച്ച് പറയാ, പാപത്തിൽ വീണ ഇസാമക്കളെ കുറിച്ച്. അവളുടെ ഹൃദയം മണ്ണിൽ ഈ ലോകത്തിൽ പൂണ്ടുപോയപ്പോൾ അവരുടെ ഹൃദയം ഇവിടെ കിടക്കുക. ഇതെല്ലാം വലിയ കാര്യമായി തോന്നുന്നു. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ആ ഉയരങ്ങളിലേക്ക് പോയിട്ട് താഴേക്ക് നോക്കിയാലുണ്ടല്ലോ, ഇതൊന്നും നമുക്ക് എന്താ പറയുക, ഒന്നും നല്ലതായിട്ട് തോന്നത്തില്ല. എല്ലാം ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും. എന്തുമാട്ടെ, ഞാൻ പറഞ്ഞു നിർത്താൻ പോവുകയാണ്. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് രണ്ടിനെ കോമ്പിനേഷനാണ്. എന്തിന്റെയാ? സ്വർഗത്തിന്റെയും ഭൂമിയുടെയും. ദൈവവും മനുഷ്യനും തമ്മിൽ സമ്മേളിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഞാനും ദൈവമായിട്ട് സമ്മേളിക്കുന്ന സ്ഥലം. അത് എപ്പോഴും ഉണ്ട് വേറെ കാര്യം. എങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് വചനമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവരായം വിട്ടല്ല, ദൈവരായത്തിന് അനുമതിയോടുകൂടി തന്നെ വന്ന് നിൽക്കുക. ക്ലിയറാണ്? നിങ്ങൾക്ക് സന്തോഷമായില്ലയോ? അല്പം ഗ്രഹിച്ചോ? ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കാൽവെക്കുന്നു. ലൈഫ് സ്റ്റൈൽ, ഈ ശിവനുള്ളവർക്ക് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ജീവിതത്തിലേക്ക് നമ്മൾ മാറാൻ പോകും. വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ പോകുക നമ്മൾ. എന്തുമാകട്ടെ, ഒരു ദിവസങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. ദൈവം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മളെ ഭരിക്കാൻ വേണ്ടി വെച്ചതാണ്. അദ്ദേഹത്തെ പറഞ്ഞില്ലേ, ദൈവം മനുഷ്യനെ വാഴുവാൻ എത്രയാ ഫിഷ് കിങ്ഡത്തിന് മേൽ ഇവിടെ കണ്ട് ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, റിപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം, ഒരുപാട് കിങ്ഡത്തിനെ ഭരിക്കാൻ ദൈവം വെച്ചത് നമ്മളെ. ആ ഭരണത്തെ കുറിച്ചൊക്കെ വരും ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഇന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നു. പാട്ട് വരില്ലേ? അതുകൊണ്ട് ഇത്ര ഗ്രഹിച്ചു ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ വളരെ എടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലേക്ക് ഇതുപോലെ ഒരു പുതിയ നമ്മുടെ ജീവിത രീതി നമുക്ക് ആവശ്യമാണ്. എപ്പോഴും നിരന്തരം കേൾക്കാൻ പഠിക്കുക, എപ്പോഴും സ്വരം ഷാർപ്പ് ചെയ്യണം. നമ്മൾ ലോകത്തിലെ ഒരുപക്ഷെ ലോകത്തിൽ പല നഷ്ടമായേക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഒരുപാട് നഷ്ടമായേക്കാം. എന്റെ ആദ്യത്തെ ഒരു ആത്മീയ പിതാവ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. പുള്ളിക്ക് കണ്ണംകുളത്തി ഫാമിലിയുടെ 3ാമത്തെ ചേട്ടൻ, 8 മക്കളിൽ 4ാമത്തെ മകനാ പുള്ളി. എന്ന് പറഞ്ഞ ഒറ്റവാക്കി പറഞ്ഞ പപ്പായ ഐസ്ക്രീമിന്റെ MD, പപ്പായ ഐസ്ക്രീം ഇല്ലേ, അതിന്റെ MD അദ്ദേഹം വിവാഹത്തിന് മുമ്പ് കർത്താവിനെ അറിഞ്ഞതാ. പക്ഷേ അതിനുശേഷം പുള്ളി തന്റെ സമ്പത്തും ഒക്കെ വിട്ട് പുള്ളി ആ MD സ്ഥാനം രാജിവെച്ച് അനിയന്മാർക്ക് കൊടുത്തിട്ട് പുള്ളി ആ സമ്പത്ത് വാങ്ങിയിട്ട് ദരിദ്രന്മാർക്ക് കൊടുത്തു. വിവാഹം കഴിച്ചു. ഒരു ബാങ്ക് മാനേജർ സ്ത്രീയായിരുന്നു. എല്ലാം കഴിച്ചു. അവർ സ്വയം തീരുമാനിച്ചു ഞങ്ങൾക്ക് മക്കളെ വേണം എന്ന് പറഞ്ഞാൽ ഒരു ശാരീരികമായി ഒരു ബന്ധവും വേണമെന്നൊക്കെ പറഞ്ഞ് അവർ ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിനെ പ്രസാദിച്ചു പോയ ആൾക്കാർ. ആ തലമുറയിൽ കണ്ടുപഠിച്ച ആൾക്കാർ ഞങ്ങളൊക്കെ. ഞാൻ എനിക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ ആൾക്കാരുണ്ടെന്നേ നമ്മൾ കാണാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരു കാലം ഇവിടെ ഇവിടേക്ക് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അല്ലേ? നല്ല വിശുദ്ധന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. കർത്താവിന് വേണ്ടി തന്റെ സകല സുഖങ്ങളും മാറ്റിവെച്ച്, എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് ജീവിച്ച തലമുറ ആൾക്കാർ, ഒരു ഇത്തരം ആൾക്കാർ എനിക്കറിയാം. ഞാനൊക്കെ കണ്ടു വളർന്നത് അങ്ങനത്തെ വിശുദ്ധന്മാരെയാണ്. വളരെ ചുരുക്ക സമയം കണ്ട, ഒരുപക്ഷെ ചുരുക്ക സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയം മതി അവരുമായി ഒഴുകിച്ചേരുവാനായിട്ട്. കാരണം ഒരേ ആത്മാവാണ്. ഞാൻ പറയാം, അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ചിലതൊക്കെ നഷ്ടമാകേണ്ടി വരും, ചിലതൊക്കെ നഷ്ടമാകും. ഒരുപക്ഷെ സുഖങ്ങൾ വിടേണ്ടി വരും. എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ പറയുമ്പോ, അച്ഛനെ പറയുമ്പല്ലേ. കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ കാരണം അറിയുമോ, ആ വലിയ സുഖം കണ്ടു, ആ വലിയ നന്മകൾ കാണുമ്പോഴാണ് ഇതെല്ലാം വിടും നമുക്ക്. അവർക്ക് മക്കളും വേണ്ട, ഒന്നും വേണ്ട. അവസാനം 65 വയസ്സ് ആ സമയമായപ്പോ രണ്ടുപേരും മരിച്ചുപോയി. എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇതൊക്കെ വിടണമെങ്കിൽ, ഈ ലോകസുഖം മുഴുവൻ വിടണമെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? അതിനേക്കാൾ വലുത് കണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഈ സുഖത്തിന്റെ പുറകെ നമ്മളൊക്കെ പോകും. സമ്പത്തും അത് മോഹങ്ങളുടെ പുറകെ ആ യഥാർത്ഥമായ ദൈവരാജ്യം കണ്ടു നോക്കിയ നമ്മുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിൽ മാറ്റം വരും. ഇല്ലെങ്കിൽ ഇവിടെ ജയ് വിളിക്കാനും ഇവിടെ പോർ വിളിക്കാനും നമ്മൾ ഇവിടെ പോകും. ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് ദൈവരാജ്യം നമ്മൾ വിളിച്ച വിളിയിലേക്ക് മടങ്ങുക. അത്ര സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ് തുടങ്ങി വരികയും പിച്ച വെച്ച് വരികയും നമ്മൾ ഒന്നിൽ ആയി വരുന്നേ ഉള്ളൂ. ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ മർമ്മങ്ങളെ ഗ്രഹിക്കുമ്പോൾ
യഥാർത്ഥമായ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നിങ്ങളായി മാറ്റപ്പെടും. അപ്പോൾ